സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഭഗവാന്റെ അവതാര കഥകളെ പറഞ്ഞു വരുമ്പോൾ കദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും കഥയാണ് നമ്മൾ പറഞ്ഞു നിർത്തേണ്ടത്. കദമ പ്രജാപതി ഭഗവാൻ പുത്രനായിട്ട് വന്നു ചേർന്ന കപിലവാസുദേവനെ നമസ്കരിച്ച് കപിലവാസുദേവന്റെ അനുജ്ഞയോടും അനുഗ്രഹത്തോടും കൂടിയിട്ട് കദമ പ്രജാപതി കാട്ടിലേക്ക് ചെന്നതും തപസ് ചെയ്ത് ഭഗവാനെ പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വിഷയം നിർത്തിവെച്ചത്. അതിനുശേഷം കദമ പ്രജാപതി യാത്രയായതിനു ശേഷം അമ്മയായ ദേവഹൂതിയുടെ കഥയാണ് ഇനി പറയാനുള്ളത്. അമ്മയായ ദേവഹൂതി കദമ പ്രജാപതിയുടെ കൂടെ കുറെ കാലം കഴിഞ്ഞു. ഒരുപാട് കാലത്തെ ജീവിതം. ആദ്യം കൊട്ടാരത്തിലായിരുന്നു, സ്വയംഭൂമനുവിന്റെ പുത്രിയായിട്ട്. അത് കഴിഞ്ഞ് പിന്നീട് കദമ പ്രജാപതിയുടെ ഒപ്പം വള്ളിക്കുടില് അങ്ങനത്തെ ആ അവസ്ഥയിലായിരുന്നു കഴിഞ്ഞുകൂടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കദമ പ്രജാപതിയോടൊപ്പം ആ ദിവ്യ വിമാനത്തിൽ അനേക ലോകങ്ങളിൽ യാത്ര ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ആശ്രമത്തിലേക്ക് തന്നെ വന്നു. അപ്പോ കദമ പ്രജാപതി യാത്രയാവുകയും ചെയ്തു. അങ്ങനെ ജീവിതത്തിന്റെ ഒരു യാത്ര ഒരു ഗ്രാഫ് പോലെ, ഒരു അങ്ങേയറ്റത്തെ സുഖങ്ങളുടെ നടുക്കിരിക്കുക, അവിടുന്ന് അതെല്ലാം ഭൗതികമായതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു ആശ്രമത്തിന് വീണ്ടും അങ്ങേയറ്റത്തെ ഉയർച്ച, പിന്നെ വീണ്ടും ഇല്ലാണ്ട്, ഇങ്ങനെ ഒരു ഗ്രാഫ് പോലെ ഉള്ള അമ്മയുടെ യാത്ര. അപ്പൊ അതിൽ നിന്ന് തന്നെ അമ്മയ്ക്ക് അതൊരു അനുഭവത്തിൽ നിന്ന് തന്നെ ലോകത്തിന്റെ നശ്വരതയെ കുറിച്ചും അതിന്റെ നിസ്സാരതയെ കുറിച്ചും ആ അമ്മയ്ക്ക് ബോധ്യമായിരുന്നു. അനുഭവത്തിൽ നിന്ന് തന്നെ പഠിച്ചതാണ്. പിന്നെ രണ്ട് മഹാത്മാക്കളുടെ കൂടെ ജീവിക്കാൻ, അച്ഛൻ ഒരു മഹാത്മാവാണ്, അതിരിക്കട്ടെ. അതിന് പുറമെ കദമ പ്രജാപതിയെ പോലെ ഒരു ദിവ്യപുരുഷന്റെ കൂടെ ഉണ്ടാവുക. അത് കഴിഞ്ഞ് കപിലവാസുദേവൻ എന്ന ഭഗവാന്റെ തന്നെ കൂടെ സഹവസിക്കുക. ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ അമ്മയുടെ ഉള്ളിലും ഒരു വൈരാഗ്യം, 3-ാം ദിവസം തൊട്ട് പറയുന്ന വൈരാഗ്യം ഉണ്ടല്ലോ, ആ വൈരാഗ്യം, ഈ ലൗകിക വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള അതിനോടുള്ള താല്പര്യക്കുറവും അതോടൊപ്പം ഈശ്വരനെ അന്വേഷിക്കാനുള്ള താല്പര്യ ശ്രദ്ധ വർദ്ധിക്കുകയും രണ്ടും കൂടി വന്നു. അപ്പൊ ആ അമ്മ മകന്റെ അടുത്ത് തന്നെ, അച്ഛൻ മാതൃക കാണിച്ചിട്ടുണ്ടല്ലോ കദമ പ്രജാപതി, സംശയം വന്നപ്പോൾ നേരെ പോയി ചോദിച്ചത് പുത്രന്റെ അടുത്ത് തന്നെയാണ്. ഗുരുവിനെ പോലെ ഈശ്വരനെ പോലെ ചെന്ന് കണ്ട് നമസ്കരിച്ചത് കപിലവാസുദേവനെ തന്നെയാണല്ലോ. അപ്പൊ അതേ മാതൃകയില് ഈ അമ്മയും കപിലവാസുദേവനെ ചെന്ന്, അമ്മയാണ് മകനാണെന്ന ബന്ധത്തിലോ അല്ലെങ്കിൽ ആ രൂപത്തിലോ അല്ല പോയത്. ഗുരുവിനെ ആശ്രയിക്കുന്ന ശിഷ്യന്റെ ബുദ്ധിയോട് കൂടിയിട്ട് അവിടെ ചെന്ന് കാൽക്കൽ നമസ്കരിച്ചു. എന്നിട്ട് ചോദിച്ചു, നിർവിണ്ണ നിതരാം ഭൂമൻ അസത് ഇന്ദ്രിയ കർഷണാത്. ഞാൻ ഇത്രയും കാലം ജീവിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ എങ്ങനെയാ ജീവിച്ചത്, എന്റെ ജീവിതം മുഴുവൻ കടന്നുപോയതെന്ന ഇന്ദ്രിയ കർഷണാത്. ഇതുവരെ ജീവിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ. നമ്മള് മനുഷ്യർക്ക് നമ്മുടെയൊക്കെ ജീവിതം ആലോചിച്ചാൽ നമ്മളിപ്പോ എന്തിനാ ജീവിക്കണം? അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കണം എന്തിനാണ്? ഇതിനു വേണ്ടിയിട്ടാണ്. ഈ ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടിയാണ്. ഭക്ഷണം കഴിക്കണത് എന്തിനാ? വിശപ്പ് മാറാനാണ്, ആ ശരീരം പുഷ്ടിപ്പെടുത്താനാണെന്നൊക്കെ നമ്മൾ പറയുകയും അതിന് വേണ്ടത് മാത്രമല്ലല്ലോ കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്നത്, കൂടുതലും കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ 2 ഇഞ്ച് നീളത്തിലുള്ള നാവിന്റെ രുചിക്കാണ് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്. അതിങ്ങനെ തൊട്ടിട്ട് ഏത് വസ്ത്രം ധരിക്കണത് എന്തിനാന്ന് വെച്ചാൽ കണ്ണിന്റെ സുഖത്തിനും ശരീരത്തിന്റെ സുഖത്തിനും വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. ചിലരൊക്കെ ധരിക്കാണ്ടിരിക്കണം, അത് ധരിക്കാണ്ടിരിക്കണത്. അപ്പൊ വസ്ത്രം ധരിക്കുന്നതായാലും ഉറങ്ങാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന വ്യവസ്ഥകളായാലും ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടിന്റെ കാര്യങ്ങൾ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ഏറ്റവും കൂടുതൽ ധനം ചെലവഴിക്കുന്നതും ഏറ്റവും അധ്വാനിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാണ്? 5 ജ്ഞാന ഇന്ദ്രിയങ്ങളും 5 കർമ്മ ഇന്ദ്രിയങ്ങളുണ്ട്. ഈ 10 ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ സുഖിപ്പിച്ച് അതിനെയൊക്കെ സന്തോഷിപ്പിച്ച് അതിന് വേണ്ടതൊക്കെ കൊടുക്കാനും അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിച്ചു കൊടുക്കുന്നത്. ശരിയാണോ തെറ്റാണോ? അല്ലെ? അഭിപ്രായം? അതാണ് നമ്മുടെ ജീവിതത്തില് ഏറ്റവും അധ്വാനിക്കുന്നത്. അങ്ങനെ ഇത്രയധികം അധ്വാനിച്ചിട്ട് ഇനി ദേവഭൂതി പറഞ്ഞത് എന്താ പറയുക, ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഒരർത്ഥത്തില് നമ്മളെ ഏറ്റവും വഞ്ചിക്കുന്ന ആൾക്കാർ ആരറിയോ? അത് ഈ ഇന്ദ്രിയങ്ങളാണ്. ഇത്രയൊക്കെ നമ്മളൊരു ജീവിതം ജനിച്ച അന്ന് തൊട്ടിട്ട്
മരിക്കണ വരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയവും അധ്വാനവും ധനവും ഒക്കെ ചെലവഴിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുമാണ്. എന്നിട്ട് ഒരു ലജ്ജയും ഇല്ലാണ്ടേ, അങ്ങനെയല്ല നമ്മൾ കോഴിക്കോട്ടെ ഭാഷ അതിനൊക്കെ കറക്റ്റ്, ഉടുപ്പില്ലാണ്ട് ഈ ഇന്ദ്രിയങ്ങള് ഒരു മടിയുമില്ലാതെ നമ്മളെ ഉപേക്ഷിച്ച് പോവാണ്. കണ്ണ് ഒരു ദിവസം പറയാ ഞാൻ ഇന്ന് തൊട്ടിട്ട് കാണുന്നില്ല, ഇന്ന് തൊട്ടിട്ട് എനിക്ക് കേൾക്കാൻ പറ്റില്ല, ഇന്ന് തൊട്ടിട്ട് ഞാൻ മണം പിടിക്കില്ല. അതിപ്പോ ഇടയ്ക്കിടയ്ക്ക് പറയും. ഇത്തിരി ജലദോഷം വന്നാൽ അപ്പൊ പറയും എനിക്ക് സൗകര്യം, ഞാൻ പണിമുടക്കാം, ഞാൻ പണിമുടക്കിയതാണ്, ഞാൻ സമരത്തിലാണ്. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, കയ്യ്, കാല് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ പറയാണ് എനിക്ക് ഇനി സ്റ്റെപ്പ് ഒന്നും കയറാൻ വയ്യ, സമരം ചെയ്യാം കാല്. ഇടയ്ക്കിടയ്ക്ക് നടു വന്നിട്ട് പറയും എനിക്ക് ഇനി തൊട്ടിട്ട് എനിക്ക് മടങ്ങാനും നികരാനൊന്നും വയ്യ, ഞാൻ ഇനി തൊട്ടിട്ട് സമരത്തിലാണ്, സ്ട്രൈക്കാണ്. ഇവരെയൊക്കെ സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനാണ് നമ്മൾ ജീവിച്ചത്. എന്നിട്ടോ ഒരു നമ്മളോട് ഇത്രയും കൃതജ്ഞന്മാരായ, നന്ദി ഇല്ലാതെ നമ്മളെ ഉപേക്ഷിക്കാൻ ഈ ഇന്ദ്രിയങ്ങൾക്ക് ഒരു മടിയില്ല. നമ്മുടെ അനുഭവമാണ്. ദേവഹൂതി ചോദിക്കുന്നത് ഏന സംഭാവ്യമാനേന പ്രപഞ്ച അന്ധം തമ. ഇങ്ങനെ സംഭവിക്കാൻ പോകുന്ന ഇരുട്ടിന്റെ ഒരു ലോകം ഞാൻ കാണുക, മുമ്പിൽ കാണുക. കാരണം ഈ ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി ജീവിച്ച് ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇതുവരെ ഞാൻ ജീവിച്ചതൊക്കെ വെറുതെ പോയില്ലേ? ഇതുവരെയുള്ള എന്റെ ജീവിതം വ്യർത്ഥമായില്ലേ? ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ വ്യർത്ഥമായില്ലേ? ഇതുവരെ ഞാൻ ജീവിച്ചത് മുഴുവൻ എന്തിനാന്നറിയാണ്ട് നിരർത്ഥകമായി പോയില്ലേ? അപ്പൊ എനിക്ക് അതിൽ ഭയം തോന്നും. ഞാൻ ആ ഇന്ദ്രിയങ്ങളുടെ ട്രാപ്പിൽ നിന്ന്, ഇന്ദ്രിയങ്ങളുടെ ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ, രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക? എനിക്കത് പറഞ്ഞു തരണം. അപ്പോ ഈ ഒരു ചോദ്യം ഒരാൾക്ക് ഉണ്ടായാലേ പറയാൻ പറ്റുള്ളൂ എന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് ചോദ്യം ചോദിച്ചാലേ ഉത്തരം പറയുള്ളൂ. ചോദിക്കേണ്ട ഉത്തരം പറയാൻ പറ്റൂല, പറഞ്ഞ മനസ്സ് കേൾക്കൂല. ഒരു ചോദ്യം ഇല്ലാത്ത ആളുടെ അടുത്തേക്ക് അടിച്ചേൽപ്പിച്ച് അത് കേൾക്കാൻ പോകില്ലേ? അപ്പൊ ഈ അമ്മ ഉള്ളിൽ ആ ചോദ്യം ഉണ്ടാവുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു കപിലവാസുദേവൻ ഭഗവാൻ. അപ്പൊ ഈ അമ്മ ചോദിച്ചു, അപ്പൊ ഭഗവാന് സന്തോഷമായി, മറുപടി പറയാനുള്ള ഒരു അവസരമായി. അങ്ങനെ കപിലവാസുദേവൻ മറുപടി പറയാൻ ആരംഭിച്ചു. അപ്പൊ അമ്മ പറഞ്ഞതിൽ ആദ്യത്തെ വാചകം ഇന്ദ്രിയങ്ങളുടെ ബന്ധനത്തിലാണ്, അഥവാ ഇന്ദ്രിയങ്ങൾ നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണെന്നാണല്ലോ. കപിലവാസുദേവൻ അവിടെ ഒരു ചെറിയ കറക്ഷൻ പറയാം, അവിടെ ഒരു തിരുത്ത് പറഞ്ഞു കൊടുക്കാം. അമ്മേ, വാസ്തവത്തിൽ ഈ ഇന്ദ്രിയങ്ങളല്ല നമ്മളെ ബന്ധിക്കുന്നത്, ഇന്ദ്രിയങ്ങളല്ല ബന്ധിക്കുന്നത്. അത് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കുറച്ചൊന്നും ആലോചിച്ചാൽ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇന്ദ്രിയങ്ങളാണ് ബന്ധിക്കുന്നതെങ്കിൽ ഒരേ വസ്തു ഒരേപോലെ എല്ലാവരെയും ബന്ധിക്കണം, എല്ലാ സമയത്തും അതേപോലെ അപകടത്തിൽ പെടുത്തണം. അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഉദാഹരണം വേഗം മനസ്സിലാവും. നമ്മള് നല്ല വെയിലത്ത് നടന്നിട്ട് വരിക, കാലപ്പുറം ബസ് ഇറങ്ങി അവിടുന്ന് നടന്ന് ഇങ്ങോട്ട് വരിക, നല്ല വെയിലുണ്ട്, അവിടെയൊന്നും കയ്യിലില്ല, വെയിലത്ത് നടന്ന് ക്ഷീണിച്ചിട്ട് ഇവിടെ കയറി വരുമ്പോ അവര് കൗണ്ടറിനൊക്കെ കയറി ഇങ്ങോട്ട് വരണേ ആ സമയത്ത് ഒരു ഓറഞ്ച് കിട്ടും. അതൊക്കെ പൊളിച്ച് റെഡിയാക്കി ഒരു ഓറഞ്ച് തന്നു. അത് കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആദ്യത്തെ ഓറഞ്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല രുചി ഉണ്ടാവും. രണ്ടാമത്തെ ഓറഞ്ച് തന്നു, അതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമത്തെ ഓറഞ്ച് പൊളിച്ചു തന്നു, കഴിച്ചു. ലേശ രുചി കുറഞ്ഞുണ്ടാവും, എന്നാലും വെയിലിന്റെ കാഠിന്യം കൊണ്ടും പിന്നെ നടന്നു വരുമ്പോഴുള്ള ദാഹവും ക്ഷീണമൊക്കെ ഉള്ളത് കൊണ്ട് രണ്ടാമത്തെ ഓറഞ്ച് നമ്മൾ കഴിക്കും. മൂന്നാമത്തെ ആകുമ്പോഴോ ഇനി കുറച്ച് കഴിഞ്ഞ് മതി പറയാം. പക്ഷെ അപ്പൊ പറയാണ് ഇപ്പൊ കഴിച്ചേ പറ്റുള്ളൂ. മൂന്നാമത്തെ ഓറഞ്ച് ഒരു വിധം കഴിച്ചു, അത്ര രുചിയില്ല. ഒന്നാമത്തെ കഴിച്ച അത്ര ടേസ്റ്റ് മൂന്നാമത്തേന് ഉണ്ടാവില്ല. നാലാമത്തെ ഓറഞ്ച് കഴിപ്പിച്ചാലോ? അപ്പൊ പറയും ഇപ്പൊ വേണ്ട, എനിക്ക് ശരിക്കും വേണ്ടാന്നിട്ടാണ്, എനിക്ക് വേണ്ട. അപ്പോഴേ ഒരു വടിയൊക്കെ കൊണ്ടുവന്ന് മുമ്പിൽ നിന്നിട്ടെ ഒരു 10-15 ഓറഞ്ച് മുമ്പിൽ വെച്ചിട്ട് മുഴുവൻ തിന്നിട്ട് ഇവിടുന്ന് നീറ്റാ മതി എന്ന് പറഞ്ഞ ഒരാൾ വടി കൊണ്ട് നിന്നാലോ? 10ാമത്തെ ഓറഞ്ച് നിർബന്ധിച്ച് വായിൽ കുത്തി തിരികെ കഴിക്കേണ്ടി വരികയാണെങ്കിൽ ഒന്നാമത്തെ ഓറഞ്ചിന്റെ ടേസ്റ്റ്, രുചി, സന്തോഷം 10ാമത്തെ ഓറഞ്ചിന് ഉണ്ടാവും. സുഖവും സന്തോഷവും ഓറഞ്ച് എന്ന വസ്തുവിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ 10ാമത്തതിനും 15ാമത്തതിനും ഇനി 50 കഴിച്ച 50ാമത്തതിനും ഒന്നാമത്തതിന്റെ അതേ സുഖവും സന്തോഷം വേണം. അപ്പൊ ഓറഞ്ചിലാണോ സുഖവും സന്തോഷം ഇരിക്കുന്നത്? ഓറഞ്ചിലല്ല. അപ്പൊ പിന്നെ ഇനിയിപ്പോ നാവിലാണ് സുഖവും സന്തോഷവും അനുഭവിച്ചതെങ്കിൽ അപ്പോഴും ഒന്നാമത്തതിനും 10ാമത്തതിനും 50ാമത്തതിനും ഒരേ രുചിയും ഒരേ സുഖവും കിട്ടണം. അവിടെയും കിട്ടണില്ല. അപ്പൊ പിന്നെ എവിടെയാ സുഖവും സന്തോഷം? ഇത് രണ്ടിലല്ല, ഇന്ദ്രിയത്തിലുമല്ല വസ്തുവിലുമല്ല സന്തോഷവും സുഖവും ആനന്ദവും ഒക്കെ ഇരിക്കണം. അത് രണ്ടിലും അല്ല ഉണ്ടായത്. അപ്പൊ ഇതിന് രണ്ടിനും പുറകെ വേറൊരാളും കൂടി ഉണ്ട്.
യഥാർത്ഥത്തിൽ കള്ളൻ അയാളാണ്. കപിലവാസുദേവൻ പറഞ്ഞു യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാരറിയോ? അത് ഈ മൂന്നാമതെയാണ്. അത് പുറത്ത് കാണാനില്ല. അയാളാരാ? അത് മനസ്സാണ്. മനസ്സാണ് ചില വസ്തുക്കളിൽ സുഖമുണ്ട്, ചിലതിൽ ദുഃഖമാണ്, ചിലത് ഇഷ്ടമാണ്, ചിലത് ഇഷ്ടമല്ല, അത് നല്ലതാണ്, ഇത് ചീത്തതാണ്, അതാണ് കൂടുതൽ വേണ്ടത്, ഇത് കുറച്ച് മതി, ഇങ്ങനെ വേർതിരിവ് ഉണ്ടാക്കി ഇങ്ങനെ ചിലത് പ്രിയം എന്നും ചിലത് അപ്രിയം എന്നും, പ്രിയമുള്ളത് കിട്ടിയാൽ സുഖം എന്നും, അപ്രിയമായത് വന്നു ചേർന്നാൽ അസുഖമാണ് ദുഃഖമാണ് എന്നും, അപ്രിയമായത് പോയാൽ സുഖമാണെന്നും, പ്രിയമായത് പോയാൽ ദുഃഖമാണെന്നും ഒക്കെ ഈ വേർതിരിവുണ്ടാക്കി ഈ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന ആളാരാണ്? അത് മനസ്സാണ്. ചേത ഖലു അസ്യ ബന്ധായ. ചേതസ് മനസ്സാണ് ഇതിനൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ബന്ധവും മോക്ഷവും ഒക്കെ ഉണ്ടാക്കുന്ന വസ്തു ആരാ? അത് ചേതസാണ്, മനസ്സാണ്. ഇന്ദ്രിയവുമല്ല, അതുപോലെ വസ്തുവുമല്ല. അതുകൊണ്ട് ആളുകൾ വസ്തുക്കളെ ഉപേക്ഷിച്ചത് കൊണ്ട് ആരെങ്കിലുമൊക്കെ വൈരാഗ്യം ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇല്ല, ആ സാധനം ഉപേക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല. ഇന്ദ്രിയങ്ങളെ പിടിച്ചു കെട്ടി വെച്ചത് കൊണ്ടോ ഇന്ദ്രിയങ്ങളെ ചങ്ങലക്കിട്ട് വെച്ചത് കൊണ്ടോ മാത്രം കാര്യമുണ്ടോ? അതുകൊണ്ടും കാര്യമില്ല. ഇവിടെ നിയന്ത്രിക്കപ്പെടേണ്ട വസ്തു ആരാ? എന്താ? മനസ്സാണ്. പിന്നെ അടുത്തതായിട്ട് കപിലവാസുദേവൻ പറഞ്ഞു ഈ മനസ്സിന്റെ ഒരു സ്വഭാവം എന്താ? നമുക്ക് ക്രമത്തിൽ തന്നെ കൊണ്ടുവരികയാണ് ഈ വിഷയത്തിലേക്ക്. അപ്പൊ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഇന്ദ്രിയങ്ങളുമല്ല വസ്തുക്കളുമല്ല ബന്ധനത്തിന് കാരണം മനസ്സാണ്. ഈ മനസ്സ് അതിന്റെ സ്വഭാവം എന്താ? മനസ്സിനെ നിയന്ത്രിച്ചാലാണ് നമുക്ക് സുഖം ആനന്ദം കിട്ടാൻ പോകുന്നത്. അപ്പൊ മനസ്സിന്റെ സ്വഭാവം എന്താ? വീതയത മനഃശുദ്ധം അദുഃഖം അസുഖം സമം. മനസ്സിന്റെ ഒരു പൊതുവായ സ്വഭാവം, മനസ്സിന്റെ ഒരു രീതി എന്താ വെച്ചാൽ ഒരറ്റത്ത് സുഖം, ഒരറ്റത്ത് ദുഃഖം. ഈ ദുഃഖത്തിന്റെ അറ്റത്തുനിന്ന് സുഖത്തിലേക്കും സുഖത്തുനിന്ന് ദുഃഖത്തിലേക്കും ഇങ്ങനെ ഊഞ്ഞാലാടി കളിക്കലാണ് മനസ്സിന്റെ സ്വഭാവം. ആദ്യത്തെ ഓറഞ്ച് കഴിക്കുമ്പോൾ സുഖമാണ്, 10ാമത്തെ കഴിക്കേണ്ടി വരുമ്പോൾ ഇതല്ലേ വലിയൊരു ദുഃഖമാണെന്ന് പറയും. വിവാഹം കഴിക്കാഞ്ഞിട്ട് അതിന് സങ്കടപ്പെട്ട് കുറെ നടക്കും. പിന്നെ വിവാഹം കഴിച്ചപ്പോൾ സുഖമായി എന്ന് പറയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡൈവോഴ്സ് ചെയ്താലും സുഖമുള്ളത് കിട്ടാറും. കുട്ടികളില്ലാഞ്ഞിട്ട് സങ്കടപ്പെട്ട് നടക്കും. കുറച്ച് കഴിഞ്ഞ് കുട്ടികളാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞ് കേട്ടാറും. ജോലി കിട്ടാഞ്ഞിട്ട് കുറെ അന്വേഷിച്ച് നടക്കും. ജോലി കിട്ടിയാൽ സുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ജോലി കിട്ടി കഴിഞ്ഞാൽ പറയും ഇന്ന് ഈ ജോലിയാണ് ഏറ്റവും വലിയ ദുഃഖം, അത് ഒഴിവായാൽ സുഖമാണ്. ഇതാണല്ലോ സ്വഭാവം മനുഷ്യന്റെ. എല്ലാ വസ്തുക്കളെ കുറിച്ചും നമുക്ക് എല്ലാറ്റിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു പൊതു മനസ്സിലൊരു പൊതു രീതിയാണ്. കുറച്ച് ദിവസം അത് സുഖാന്ന് പറയും, പിന്നെ ഇതാണെന്ന് പറയും, പിന്നെ അത് അങ്കടാണെന്ന് പറയും. ഊഞ്ഞാലാട്ടം ഇത് മനസ്സിന്റെ സ്വഭാവമാണ്. അപ്പൊ ഈ മനസ്സിനെ ഊഞ്ഞാലാട്ടത്തെ പിടിച്ചു നിർത്തിയിട്ട് സുഖത്തെ മാത്രം മനസ്സിനെ പിടിച്ചു നിർത്തിയാലാണ് നമുക്ക് ആനന്ദം. മനുഷ്യന് ആത്യന്തികമായിട്ട് വേണ്ടത് എന്താ? സുഖമാണ്, ആനന്ദമാണ്, സന്തോഷമാണ്. അതിന് സംശയമില്ല. നമ്മളിപ്പോ ആദ്യം തൊട്ടിട്ടേ പറയണ്ടല്ലോ. മനുഷ്യന്റെ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്താ? സുഖം വേണം, ആനന്ദം വേണം എന്നുള്ളതാണ്. സുഖം ക്ഷോണിയെ നാക്കമാക്കാൻ വേദസ്സു നിർമ്മിച്ച നിതാന്ത വസ്തു അതെങ്ങെന്നു തിരഞ്ഞു തന്നെ ആയുസ് പോക്കുന്നു ഹതാശർ നമ്മൾ. ആളുകള് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്താ? അതിപ്പോ ജനിച്ച് വീണപ്പോ കരച്ചിൽ തുടങ്ങുന്നുണ്ട്. ആ ജനിച്ചു വീഴുമ്പോ ആദ്യത്തെ കരച്ചിൽ പാല് കിട്ടിയാൽ മതി എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോ പാല് മാത്രം പോരാ, കളിപ്പാട്ടങ്ങളും ഒക്കെ വേണമെന്നാവും. കുറച്ച് കഴിയുമ്പോൾ അത് മാത്രം പോരാ, കൂട്ടുകാര് വേണമെന്നാവും. പിന്നെയും കുറച്ചും കൂടി വലുതാവുമ്പോൾ കൂട്ടുകാർ മാത്രം പോരാ, സ്വന്തമായിട്ട് ഒരു കൂട്ടുകാരി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വേണമെന്നാവും. പിന്നെയും കുറച്ചും കൂടി കഴിയുമ്പോൾ ജോലി കിട്ടിയാലാണ് സ്വന്തമായി. ഈ കരച്ചിലുണ്ട്, ജനിച്ചപ്പോ തുടങ്ങിയ കരച്ചിൽ ഇങ്ങനെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ജോലി കിട്ടിയാലാണ് സുഖം, വിവാഹം കഴിഞ്ഞാലാണ് സുഖം, വിവാഹം കഴിഞ്ഞ ആൾക്കാർക്ക് പിന്നെ അതിന് ഡൈവോഴ്സ് ചെയ്താലാണ് സുഖം, കുട്ടികൾ ഉണ്ടായാലാണ് സുഖം, ജോലി കിട്ടിയാലാണ് സുഖം. അവസാനം കുറെ കഴിയുമ്പോൾ ഈ ശരീരമാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട്. ഇതൊന്ന് പോയി കിട്ടിയാൽ സുഖമാണ്. അങ്ങനത്തെ ഒരു എക്സ്ട്രീമിൽ എത്തുമ്പോഴാണ് ശരീരത്തെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് മരണം സംഭവിക്കുന്നത്. ശരീരം ബാധ്യതയായ തീരുകയാണ്. ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഈ ആത്മാവിന് ഈ ശരീരം ഒരു ബാധ്യത, അതിന് നേരെയാക്കിയാൽ നേരെയാവണ്ടാവുമ്പോൾ അത് അവിടെ ഇട്ടിട്ട് ആത്മാവ് വേറെ ശരീരം നോക്കിയിട്ട് പോകാം. ഇതാണ് യാത്ര. അപ്പൊ സുഖമാണ് നമ്മുടെ എല്ലാ പ്രവൃത്തിയുടെയും പുറകിലുള്ള പ്രേരക ഘടകം. എന്താ? സുഖം അന്വേഷിച്ചിട്ടാണ്. മനസ്സിനെ നിയന്ത്രിച്ചിട്ട് സുഖം എന്ന അവസ്ഥയിൽ മാത്രം കൊണ്ടുപോയി നിർത്താൻ സാധിക്കുകയാണെങ്കിൽ സുഖം കിട്ടും. ഇവിടെ ഇനി അതിനുള്ള ഉപായമാണ് ചർച്ച. ഇന്ദ്രിയങ്ങളല്ല ബന്ധനകാരണം, മനസ്സാണ്. മനസ്സിന്റെ സ്വഭാവം ഊഞ്ഞാലാട്ടമാണ്. ഊഞ്ഞാലാട്ടത്തെ പിടിച്ചു നിർത്തിയിട്ട് സുഖം എന്ന അവസ്ഥയിൽ മാത്രം നിന്നാലാണ് ആനന്ദം, സന്തോഷം, ശാന്തി കിട്ടുക. അപ്പൊ അതിനു വേണ്ടി എന്ത് വേണം? മനസ്സിന്റെ ഈ ഊഞ്ഞാലാട്ടത്തിനെ നിയന്ത്രിക്കണം, പിടിച്ചു നിർത്തണം. ഇതാണ്. അങ്ങനെ മനസ്സിന്റെ ഈ ഊഞ്ഞാലാട്ടത്തിനെ പിടിച്ചു നിർത്താനുള്ള ഉപായങ്ങളുടെ പേരാണ് യോഗം. അതിന്റെ പേരാണ്
യോഗം. യോഗം നമ്മൾ പ്രധാനമായിട്ടും 3 യോഗങ്ങളാണ്. യോഗം എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക എന്നാണ് ആ വാക്കിന്റെ ഒരു അർത്ഥം. യോജിപ്പിച്ച് നിർത്തുക, ചേർത്ത് നിർത്തുക എന്നാണ് ഒരർത്ഥം. പല അർത്ഥം ഒരർത്ഥം യോജിപ്പിച്ച് നിർത്തുക എന്നാണ്. നമുക്ക് പ്രകൃതത്തിൽ മനസ്സിലാക്കാൻ എളുപ്പം എന്താ? എന്തിനോട് യോജിപ്പിച്ച് നിർത്തുക എന്നാണ്? സന്തോഷത്തിൽ, ആനന്ദത്തിൽ, ഈശ്വരനിൽ. ഈശ്വരന്റെ പേരാണ് ആനന്ദം. സച്ചിദാനന്ദ രൂപായ എന്നാണല്ലോ, ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. അപ്പൊ ഈശ്വരനിൽ ചേർന്ന് നിർത്തുന്നതാണ് ആനന്ദം. അപ്പൊ ഈശ്വരനിൽ ആനന്ദത്തിൽ ചേർത്ത് നിർത്തുക, യോജിപ്പിച്ച് നിർത്തുക എന്നാണ് യോഗം എന്ന വാക്കിന്റെ ഒരർത്ഥം. അപ്പൊ യോഗങ്ങൾ അടിസ്ഥാനമായിട്ട് 3 എണ്ണമാണ്: കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം. ഇങ്ങനെ 3 എണ്ണമാണ് അടിസ്ഥാനമായിട്ടുള്ളത്. ഈ നമ്മുടെ ആചാര്യ പരമ്പര, ഗുരു പരമ്പര മുഴുവൻ നമുക്ക് അവരുടെ എല്ലാ ഉപദേശങ്ങളുടെയും ചുരുക്കം അഥവാ എല്ലാ കർമ്മ അനുഷ്ഠാന പദ്ധതികൾ ഇന്നോളമുള്ള എല്ലാ ആചാര്യന്മാരും ഏതെങ്കിലുമൊക്കെ തരത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളത് മുഴുവനും ഒന്നുകിൽ കർമ്മയോഗമാണ്, അല്ലെങ്കിൽ ജ്ഞാനയോഗമാണ്, അല്ലെങ്കിൽ ഭക്തിയോഗമാണ്. ഇതാണ് അടിസ്ഥാനമായിട്ട് പറയാറുള്ളത്. അപ്പൊ ഗുരുപരമ്പരയാണ് നമുക്ക്, ഗുരുക്കന്മാരാണ് നമുക്ക് ഉപദേശിച്ചിട്ടുള്ളത്. ഏത്? ജ്ഞാനം, ഭക്തി, കർമ്മം. അപ്പൊ എന്തിനാ 3 എണ്ണം? ഏതെങ്കിലും ഒന്ന് പറയാം, അത് പറ്റില്ല. ആളുകൾക്ക് പല തരത്തിലാണ് സ്വഭാവം. നമ്മളെല്ലാ മനുഷ്യരും ഒരേപോലെ അല്ലല്ലോ. മനുഷ്യരെല്ലാവരും ഒരേപോലെ അല്ല. ആളുകളിൽ പല വിഭാഗം, പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. ചില ആളുകൾക്ക് സത്വഗുണം ആണ് കൂടുതൽ ഉണ്ടാവുക, ചില ആൾക്കാർക്ക് രജോ ഗുണമാണ് കൂടുതൽ ഉണ്ടാവുക, ചില ആൾക്കാർക്ക് തമോ ഗുണമാണ്. നമ്മുടെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഈ വിഭാഗമുണ്ട്. ചില ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ പ്രഭാഷണത്തിലോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചാലോ എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കേട്ടാലോ, ആ കേട്ട നിമിഷം അത് ഉള്ളിലേക്ക് കയറും. ആ നിമിഷം അത് അവരുടെ ഉള്ളിൽ ഉറക്കും. അത് അവർക്ക് ഓർമ്മയിലുണ്ടാവും. ഏത് കാലത്തും അത് ഓർമ്മയിലുണ്ടാവും. സന്ദർഭത്തിനനുസരിച്ച് അത് വീണ്ടും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. സത്വഗുണം നല്ലോണം തെളിഞ്ഞ ആൾക്കാരാണ്. നല്ല ശ്രദ്ധ, ഏകാഗ്രത, പഠിക്കാനുള്ള കഴിവ്, പഠിച്ചത് വീണ്ടും കൊണ്ടുവരാനുള്ള കഴിവ്, ഇതൊക്കെ അവർക്കുണ്ടാവും. ചില ആൾക്കാർക്ക് അങ്ങനെ കഴിവുണ്ടാവില്ല. ചില ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഒക്കെ നല്ല ഒക്കെ ശരിയാണ്, അത് കഴിഞ്ഞാലോ അതായത് പോയി മറന്നുപോകും. പല അങ്ങനെയുള്ള ആൾക്കാർ തൽക്കാലത്തേക്ക് മറന്നുപോകും. കേൾക്കുമ്പോൾ സന്തോഷമായിട്ട് കേട്ടാക്കെ മനസ്സിലാവും, മറന്നുപോകും. പിന്നെയോ കുറച്ചേരം വെറുതെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ശ്രദ്ധിക്കാനോ കേൾക്കാനോ ആസ്വദിക്കാനോ മാത്രം പറ്റില്ല. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഓടി നടക്കണം, കുറച്ച് പ്രവൃത്തി ചെയ്യണം, എന്നാലേ അവർക്ക് ശരിയാവും. അപ്പൊ കുറച്ച് രജോ ഗുണമുള്ള ആൾക്കാർക്ക് അങ്ങനെയാണ്. അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം അവരുടെ ഉള്ളില് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അപാരമായ ഊർജമുണ്ട്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം. ഒരു ഉറക്കമില്ലാണ്ട് അധ്വാനിച്ചും പ്രവർത്തിക്കൽ നടക്കാൻ, അത് രജോ ഗുണമാണ്. ഇനി വേറൊരു കൂട്ടരുണ്ട്, ഊർജവും കുറച്ച് കുറവാണ്, ഊർജവും കുറച്ച് കുറവാണ്, ശ്രദ്ധയും കുറവാണ്, ഏകാഗ്രതയും കുറവാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സർവത്ര ഗോന്ന് പറയുമ്പോൾ കിട്ടും. ഇതിൽ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയുമ്പോൾ നീറ്റ് വരും. അതിനിടയ്ക്ക് 1 മണിക്കൂർ പ്രഭാഷണം ഉണ്ടായിരുന്നു, അത് മുഴുവൻ പോയി, ഉറങ്ങിപ്പോയി. മനഃപൂർവ്വമല്ല, ഇപ്പൊ ഉറങ്ങണിച്ചിട്ട് വന്നിരിക്കുന്നുണ്ടല്ലോ, ഇവിടെ വന്ന് ഉറങ്ങിയൊക്കെ വരുന്നല്ലോ. അല്ല, അങ്ങനെ വന്നാലും കുഴപ്പമുണ്ടായിട്ടല്ല. അല്ല, ഉറങ്ങുന്നതിനെ പരിഹസിക്കുമല്ല. ഉറങ്ങൊക്കെ കിട്ടണമെങ്കിൽ സന്തോഷമല്ലേ, മനസ്സ് സ്വസ്ഥാവണമുണ്ടല്ലേ ഉറങ്ങണത്. അപ്പൊ അതുകൊണ്ട് വിരോധം ഉണ്ടായിട്ട് പറയല്ല, അങ്ങനെ പറയല്ല. പക്ഷെ ഉറങ്ങിപ്പോവാണ്, അത് തമോ ഗുണത്തിന്റെ പ്രത്യേകതയാണ്. അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഊർജം കുറവാണ്. 4 പ്രാവശ്യം പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തെങ്കിലായി, അതെന്നെ പകുതിയിൽ വെച്ച് അവിടെ ഇടും. ഒരു എന്താ പറയാ, നമ്മൾ സങ്കല്പിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് കൃത്യമായി ചെയ്യാനോ അല്ലെങ്കിൽ ഏകാഗ്രതയോട് കൂടി ഇരുന്ന് ശ്രദ്ധിച്ചിട്ട് അതിനെ രണ്ടിനും പറ്റാത്തതാണ്. അങ്ങനെ ഒരു കൂട്ടുണ്ട് തമോ ഗുണപ്രധാനം. ഈ 3 കൂട്ടരോട് ഒരേപോലെ ഉപദേശിച്ചിട്ട് കാര്യമാണ്. എല്ലാവർക്കും ഒരേ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. തമോ ഗുണത്തിലുള്ള ആളോട് നിങ്ങൾ ധ്യാനിക്കുമെന്ന് പറഞ്ഞാൽ അയാൾ ധ്യാനിക്കാണ്ട് പോകുന്നില്ലെങ്കിൽ അഥവാ പോയാൽ തന്നെ കിടന്ന് ഉറങ്ങലേ ഉണ്ടാവുള്ളൂ. രജോ ഗുണത്തിലുള്ള ആളോട് എവിടെയെങ്കിലും കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുമെന്ന് പറഞ്ഞാൽ ധ്യാനികളുടെ ഇടയ്ക്ക് വിളക്ക് നേരെയാക്കണോ, ധ്യാനികളുടെ ഇടയ്ക്ക് യോഗ മാറ്റ് 6000-നും 10,000-നും യോഗ മാറ്റ് പ്രത്യേക രീതിയിൽ ഇടണോ, ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കലാണ്. കാല് എങ്ങനെ വെക്കണം, കൈ എവിടെ വെക്കണം, മൂക്കിന്റെ ഏത് ഭാഗത്ത് നോക്കണം, ഇതൊക്കെ ആലോചിച്ച് ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് അതിന് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കില്ല. അയാൾക്ക് ധ്യാനം ഒന്നും നടക്കാൻ പോകുന്നുണ്ടാവില്ല. ധ്യാനിക്കാൻ പറഞ്ഞാല് സത്വഗുണ പ്രധാനിയായ ആളോട് അയാളോട് പറഞ്ഞാൽ ധ്യാനം നടക്കണം. ഓരോ ആളോടും ഓരോന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ സ്വഭാവത്തിനനുസരിച്ച്. അതുകൊണ്ട് 3 അടിസ്ഥാന യോഗങ്ങൾ: കർമ്മയോഗവും, ജ്ഞാനയോഗവും, ഭക്തിയോഗവും. രജോഗുണ പ്രധാനിയായ അയാളോട് എന്താ പറഞ്ഞത്? ജ്ഞാനയോഗം അല്ല, അയാളോട് കർമ്മയോഗമാണ് പറഞ്ഞത്. കർമ്മം ചെയ്യൂ, കാരണം ഊർജ്ജം ഉണ്ടല്ലോ, അത് കർമ്മയോഗമായിട്ട് ചെയ്യും. ഭക്തിയോഗം തമോഗുണ പ്രധാനിയായ ആളോട് പറഞ്ഞത് വളരെ വൈകാരികമായിട്ട് കാര്യങ്ങളൊക്കെ കണ്ട്
ഭഗവാന്റെ പൂജയായിട്ട് അങ്ങനെ പറയുമ്പോൾ അയാൾക്ക് ചെയ്യാനൊരു പ്രചോദനം, എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു പ്രചോദനം ഉണ്ടാവും. ഈശ്വരന് വേണ്ടിയിട്ട് ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ച് അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കുറച്ച് ജപിക്കാനും കുറച്ച് കർമ്മങ്ങൾ ചെയ്യാനും കുറച്ച് സാധനകൾ ചെയ്യാനൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ഭക്തിയോഗം. സത്വഗുണ പ്രധാനിയായ ആളോട് ജ്ഞാനയോഗം, ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ അടിസ്ഥാനമായിട്ട് 3 യോഗങ്ങൾ. പക്ഷെ ഇതിപ്പോ ആര് തീരുമാനിക്കും? എനിക്ക് കർമ്മയോഗമാണോ നല്ലത്, ഞാൻ സത്വഗുണമുള്ള ആളാണോ അല്ല രജോ ഗുണമുള്ള ആളാണോ, എനിക്കിതിൽ ഏറ്റവും നല്ല യോഗം, ഏറ്റവും അനുഷ്ഠിക്കാൻ ഏറ്റവും നല്ലത് ഏതാണ്, ഇത് ആരാ തീരുമാനിക്കുക? ഞാൻ സ്വയം പോയി തീരുമാനിക്കാന്ന് വെച്ചാൽ വലിയൊരു അപകടമുണ്ട്, വലിയ അപകടമുണ്ട്. കാരണം എന്താ, ഈ തീരുമാനമൊക്കെ എടുക്കേണ്ടത്, അതിന്റെ ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നതും അതിനൊക്കെ പ്രോസസ് ചെയ്യുന്നതൊക്കെ ആരാ? മനസ്സാ. ഈ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഉപായമാണ് ചെയ്യണത്. മനസ്സ് സ്വയം ട്രാപ്പിലാവാൻ വേണ്ടിയിട്ട് സഹായിക്കും, പല സാധ്യതയില്ല. നമ്മുടെ മനസ്സ് നമ്മളെ വഞ്ചിക്കും, നമ്മുടെ മനസ്സ് നമ്മളെ പറ്റിക്കും. അതുകൊണ്ട് നമ്മൾ സ്വയമേവ ഈ കാര്യത്തിൽ തീരുമാനം എടുത്താൽ, നമ്മൾ സ്വയമേവ ഈ കാര്യത്തിൽ ആലോചിച്ച് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. ആൾക്കാർ പലരും പറയാറില്ല, ഇതൊക്കെ ഏതെങ്കിലും വേറെ ആളുകളുടെ കാൽക്കിൽ വീഴേണ്ട ആവശ്യമൊന്നുമില്ല. ആത്മലേഹ്യം ആത്മന ഉദ്ധരൻ ഒക്കെ ശ്ലോകമൊക്കെ അപകടമാക്കിയിട്ട് ആ സ്ഥാനത്ത് അത് ചൊല്ലിയിട്ട് ഇതൊന്നും വേറെ ആരുടെ ആവശ്യമില്ല, ഞാൻ തന്നെ പോലെ. പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? കാരണം നമുക്ക് നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മനസ്സ് വഞ്ചിക്കും, മനസ്സ് പലപ്പോഴും നമ്മളെ പറ്റിക്കും. ഇത് എവിടെന്നാ നമ്മളെ കൊണ്ട് ട്രാപ്പിലാക്കാന്ന് അറിയില്ല. അതുകൊണ്ട് സാമ്പ്രദായികമായിട്ട് ഗുരുപരമ്പരയാണ്, ഗുരുക്കന്മാരാണ്, സദ്ഗുരുവാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായ പദ്ധതി, യോഗം ഏതാണെന്ന് നിശ്ചയിക്കണം. ഇപ്പൊ ഗുരു ഇല്ലാണ്ടത് പോരുത്. ഗുരുവാണ് തീരുമാനം എടുത്ത് പറഞ്ഞു തരുന്നത് നമുക്ക് ഏറ്റവും നല്ലത് ഏതാണ്. ആചാര്യനാണ്, ഗുരുവാണ്. അപ്പൊ അടുത്ത ചോദ്യം, ആരാ ഗുരു? അടുത്ത വിഷയം, ആരാണ് ഗുരു? അല്ലെങ്കിൽ എങ്ങനെയുള്ള ഗുരുവിന്റെ അടുത്തേക്ക് പോകണം? എങ്ങനെയുള്ള ആളായിരിക്കും ഗുരു? ഇവിടെ കപിലവാസവൻ ഗുരു അഥവാ ആചാര്യൻ മഹാത്മാക്കൾക്ക് ചില ലക്ഷണങ്ങൾ പറയാം. തിദീക്ഷവ കാരുണിക, അങ്ങനെയൊക്കെ ചില ലക്ഷണങ്ങൾ പറയാം. പക്ഷെ ആ ലക്ഷണങ്ങൾ അതേപോലെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളൊരു ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടേ, തിദീക്ഷ കാരുണ്യം എന്നൊക്കെ പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു പെണ്ണ് കൊണ്ടുപോയിട്ട് ഏതെങ്കിലുമൊക്കെ ഗുരുക്കന്മാരെടുത്ത് വിട്ട് ഇയാൾക്ക് തിദീക്ഷ ഉണ്ടോ, ഇയാൾക്ക് കാരുണ്യം ഉണ്ടോ നോക്കി ടിക്കറ്റ് ഇട്ട് ഗുരുവിനെ കണ്ടുപിടിക്കാന്നൊന്നും വിചാരിക്കരുത്. കാരണം ഈ പറയുന്ന വാക്കുകളൊക്കെ തിദീക്ഷ, കാരുണ്യം, സർവഭൂത സുഹൃത്ത്, ഇങ്ങനത്തെ വാക്കുകളൊക്കെ കേട്ടിട്ട് അതിന് നമ്മൾ വാച്യാർത്ഥത്തിൽ അതേപോലെ അവിടെ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ തിദീക്ഷയും കാരുണ്യവും ശാന്തിയും ഒക്കെ വേറെ രൂപത്തിലാവും. അവരുടെ തിദീക്ഷയും അവരുടെ കാരുണ്യമൊക്കെ നമ്മളൊക്കെ പ്രത്യക്ഷത്തിൽ കാണുന്ന പോലെ ആയിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുന്നത് പോലെ ആയിക്കൊള്ളുന്നില്ല. മഹാത്മാക്കളുടെ അടുത്ത് ദുർവാസാവ് മഹർഷി തിദീക്ഷ എന്ന് പറയാം. എന്നിട്ട് മഹാത്മാവായ ദുർവാസാവ് മഹർഷിയുടെ അടുത്തേക്ക് കഥ നോക്കിയാലോ, ഈ ഭാഗവതത്തിലും നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഏറ്റവും കൂടുതൽ ശപിച്ചിട്ടുള്ള ആൾക്ക് ഈ ദുർവാസാവ് മഹർഷിയാണ്. കണ്ടു മിണ്ടിയില്ല, അപ്പൊ ശപിച്ചു. ആനയിൽ പോട്ടെ, വന്നു വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, അപ്പൊ ശപിച്ചു. തിദീക്ഷ, ദുർവാസാവിന് തിദീക്ഷ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നോക്കിയാൽ ഇല്ല. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ കൂട്ടി വായിക്കേണ്ട ഒന്നുണ്ട്. ദുർവാസാവിൽ നിന്ന് ശാപം കിട്ടിയ, ദുർവാസാവ് വന്നിട്ട് കോപിച്ചിട്ടുള്ള ആളുകളുടെ ഒക്കെ ആ കഥയുടെ ഒക്കെ അവസാനത്തിൽ എന്താ ഉണ്ടായത്? ഇവർക്കൊക്കെ അങ്ങേ അറ്റത്തെ വലിയ അനുഗ്രഹമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് അനുഭവിച്ചു തീർക്കാനുള്ള എന്തൊക്കെയോ ചില പ്രാരബ്ധങ്ങൾ ഉണ്ടാവും. അതൊക്കെ വേഗം തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ചില പ്രത്യേക ശാപമോ പ്രത്യേക ബുദ്ധിമുട്ടുകളോ എന്തൊക്കെയൊക്കെ കൊടുത്ത് അതങ്ങനെ തീർക്കുകയാണ്. എന്ന് മാത്രമല്ല, ദുർവാസാവ് അവരെയൊക്കെ ശപിച്ചിട്ട് സ്വയമേവ പലയിടത്തും പരിഹാസ കഥാപാത്രമായിട്ട്, അംബരീഷിന്റെ അടുത്തൊക്കെ പോയ കഥ അറിയില്ലേ? സ്വയമേവ പരിഹാസ കഥാപാത്രമായി തീരുക ചെയ്തത് ദുർവാസാവ്. നമ്മളൊക്കെ അങ്ങനെ ഒരാളുടെ മുമ്പില് ഈ ഏറ്റുമുട്ടാൻ പോയിട്ട് പരാജയപ്പെട്ടാൽ നമ്മളൊക്കെ എന്താ ചെയ്യുക? ആരും കാണാണ്ട തലയിൽ കൊണ്ടിട്ട് പോവല്ലേ ചെയ്യുക? ഭാഗവതത്തിലെ കഥയല്ലേ, അംബരീഷന്റെ അടുത്ത് നിന്ന് ദുർവാസാവ് ഇറങ്ങി പോകുമ്പോ നാട് മുഴുവൻ നടന്ന് പറയണത്, ആഹോ ഭഗവത് ഭക്തന്മാരുടെ മഹാത്മ്യം ഞാൻ കണ്ടു എന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് കിടക്കാം. എന്താ അർത്ഥം? ദുർവാസാവ് അംബരീഷനോട് ശത്രുതണ്ടായിട്ട് പോയതല്ല, അംബരീഷനോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടായിട്ട് പോയതല്ല. മറിച്ച് അംബരീഷന്റെ എന്തെങ്കിലും പ്രാരബ്ധമോ നമുക്കറിയാത്ത എന്തെങ്കിലുമൊക്കെ ബാക്കി ഇരിക്കുന്നത് തീർക്കട്ടെ, അദ്ദേഹത്തിന് വേഗം ഈശ്വരനിലേക്ക് എത്തട്ടെ, അംബരീഷന്റെ മഹാത്മ്യം ലോകം അറിയട്ടെ എന്ന് തന്നെ അദ്ദേഹത്തിന്റെ ചിന്ത. അപ്പൊ ദുർവാസാവ് ആ രീതിയിലാണ്. അപ്പൊ തിദീക്ഷ എന്ന് പറഞ്ഞിട്ട് ദുർവാസാവിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തിദീക്ഷയും നമുക്ക് നേരിട്ട് കാണാനില്ല. പക്ഷെ അത് തിദീക്ഷ കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അപാരമായ കാരുണ്യമാണ് ശാപമായിട്ട് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയും വരും. നാരദ മഹർഷി ദേഷ്യപ്പെട്ടു ബഹളം കൂട്ടി, അങ്ങനെ നമ്മൾ എവിടെയും കേൾക്കാറുണ്ട് അല്ലെ? അങ്ങനെ ചിന്തിക്കാൻ വയ്ക്കും നമുക്ക്. നാരദ മഹർഷിയുടെ ശാപം വാങ്ങിയിട്ടാണ് മരുതുവൃക്ഷങ്ങളായിട്ട് നളകൂപരനും മണിഗ്രീവനും ഇരിക്കുന്നത് അമ്പാടിയിൽ.
മരുതവൃക്ഷം ഭഗവാൻ മുരല് വലിച്ചുകൊണ്ട് ഈ മരങ്ങൾക്ക് മുക്തി കൊടുത്ത കഥയില്ലേ? നാരദ മഹർഷിയാണ് അവരെ ശപിച്ചത്. നാരദ മഹർഷി ശപിച്ചു എന്ന് നമുക്ക് അത്ഭുതമല്ലേ? പക്ഷെ നാരദ മഹർഷി ശപിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ശാപത്തിന്റെ കഥ അവസാനിപ്പിച്ചുകൊണ്ട് അവര് തന്നെ പറയാ ഋഷേഹേ ആസീത് അനുഗ്രഹാത്. നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ശരിക്കുള്ള ഒരു അനുഗ്രഹമല്ലേ? നിന്നിടത്ത് നിളകാണ്ട് ഒരു കണ്ണിന്റെ പോള അടയ്ക്കാണ്ട് മുഴുവൻ കൃഷ്ണലീലകളും കണ്ടുകൊണ്ട് നിൽക്കാൻ വേറെ ആർക്കാ ഭാഗ്യം കിട്ടുക? മരങ്ങളല്ലാണ്ട് വേറെ ഏത് ജീവിയാണെങ്കിലും കുറച്ചങ്ങോട്ടും കൂടെ ഒക്കെ നീങ്ങി പോകില്ലേ? അത് നിന്നിടത്തൊന്ന് മുഴുവൻ കാണാൻ പറ്റുന്ന അവർക്കാണ്. അപ്പൊ ഋഷിയുടെ അനുഗ്രഹമാണത്, തിരിച്ചറിവാണ്. അപ്പൊ ആ ശാപം കിട്ടിയ സമയത്ത് നളഗോപരനോടും മണിഗ്രീവനോടും പോയിട്ട് നാരദ മഹർഷിയെ കുറിച്ച് ചോദിച്ചാൽ എന്താ പറയാ? ഇത് ശപിച്ച ദുഷ്ടതരത്തിന്റെ കഥയെ പറയാ, ക്രൂരതയുടെ കഥയെ പറയാ. ഭഗവാൻ അനുഗ്രഹം കിട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഋഷിയുടെ അനുഗ്രഹം എന്ന് അവർ പറയുന്നത്. തിരീക്ഷ, കാരുണ്യം ഒക്കെ പ്രകടനത്തിൽ വരുന്നത് വേറെ രൂപത്തിലാണ്. അതുകൊണ്ട് മഹാത്മാക്കളെ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ലിസ്റ്റ് കൊണ്ടുപോയിട്ടെ നിങ്ങൾക്ക് ഈ ഗുരുവിന് തിരീക്ഷ ഉണ്ടോ, കാരുണ്യം ഉണ്ടോ, സർവഭൂതജാലങ്ങളോട് സുഹൃത്താണോ എന്നൊക്കെ തിരയാൻ പോയാൽ അനുഭവത്തിൽ അത് കാണില്ല. അപ്പൊ അത് നമുക്ക് നിർത്തിയില്ല. അവരുടെ ഗുരുവിന്റെ എന്താ പറയാ ലക്ഷണങ്ങളൊക്കെ നോക്കി ഗുരുവൊക്കെ യോഗ്യത ഉണ്ടോ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കാണ്ട് പോയിട്ട് ഗുരുവിന്റെ അടുത്ത് പോയാലോ? അപ്പൊ അത് അതിനേക്കാൾ വലിയ പ്രശ്നം. അതിനേക്കാൾ വലിയ പ്രശ്നം എന്താ? നമ്മള് വലിയ ഗുരുവാണ്, അദ്ദേഹം നമ്മുടെ സർവസ്വവും നമുക്ക് അനുഗ്രഹിച്ച് നമ്മളെ ഈശ്വരപദത്തിലേക്ക് നയിക്കും എന്നൊക്കെ വിചാരിച്ച് ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ച് കുറച്ച് ദിവസം പോകുമ്പോഴായിരിക്കും ഈ ഗുരു ഏതെങ്കിലുമൊക്കെ കേസിൽ പെട്ടിട്ട് ജയിലിൽ പോണതും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തൊക്ക് കെട്ട് നിൽക്കുന്നതും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഏഴാംകൂടത്തിൽ പോയി ചാടുന്നതൊക്കെ അപ്പോഴാണ് കാണുക. അപ്പൊ പിന്നെ നമ്മൾ ഈ ഗുരു ഗുരു എന്ന് പറഞ്ഞത് അത് അവിടുന്ന് ഇവിടെ പോയാൽ പിന്നെ എന്ത് സംഭവിക്കും? നമ്മള് അനാഥരായ പോലെയോ നമ്മൾ നിരാശ്രയരായി തീരും. അപ്പൊ അവിടെയും പറ്റില്ല. അപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വലിയ അപകടം വെച്ച അവസ്ഥ. അപ്പൊ ഗുരു പരമ്പര നമുക്ക് അതിന് പറഞ്ഞു തരണം. എന്താ അറിയോ? ഗുരു ഒന്നാമത് ഗുരു എന്നതൊരു വ്യക്തിയല്ല. ഗുരു ഒരു വ്യക്തിയല്ല, ഒരു പരമ്പരയുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് ആ വ്യക്തിയെ മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അതൊന്ന്. രണ്ടാമത്, ഗുരുവിന്റെ യോഗ്യതകള് തെരഞ്ഞു നോക്കാൻ നമുക്ക് സാധ്യമല്ല. ഗുരു എന്ന വ്യക്തിയുടെ യോഗ്യതകളെ കുറിച്ച് ചിന്തിക്കാനും നമുക്ക് സാധ്യമല്ല. ആകെ നമുക്ക് സ്വാതന്ത്ര്യമുള്ളത് എന്താണ്? ഗുരുവിനെ നേരെയാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അന്വേഷിക്കാനും പറ്റില്ല. നമുക്ക് സ്വാതന്ത്ര്യമുള്ളത് ആരുടെ കാര്യത്തിലാണ്? എനിക്ക് ആരുടെ കാര്യത്തിലേ സ്വാതന്ത്ര്യമുള്ളൂ? എന്റെ കാര്യം. എനിക്ക് എന്റെ കാര്യമല്ലേ നോക്കാൻ പറ്റും. അപ്പൊ നമ്മള് ശിഷ്യ സമ്പത്ത്, ഗുരുവിന്റെ യോഗ്യത ഉണ്ടാക്കലോ തിരയലോ അന്വേഷിക്കലോ നടപ്പില്ല. ആകെ പറ്റുന്നത് എന്താ? ശിഷ്യന് വേണ്ട ഗുണങ്ങൾ നമ്മൾ വളർത്തിയെടുത്താൽ ഗുരു സ്വയമേവ പ്രത്യക്ഷമാണ്. ഗുരുവിനെ തിരയാൻ പോണ്ട. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ? നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നമുക്ക് നമ്മളെ നേരെയാക്കാലോ. ഗുരുവിനല്ലേ നോക്കാവുന്നത്? നമ്മളെ നേരെയാക്കുക. ശിഷ്യ സമ്പത്ത് നമ്മൾ വളർത്തിയെടുത്താൽ ഗുരു സ്വയമേവ ആവിർഭവിക്കും, അവിടെ വരും ഗുരു. ശിഷ്യ സമ്പത്ത് വളർത്തിയെടുക്കലാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതിന് ഇനിയിപ്പോ എന്തൊക്കെയാ വേണ്ടത്? അതെങ്ങനെയാ വളർന്നു വരിക? അതാണ് അടുത്ത ഘട്ടത്തിൽ കപിലവാസ്യം വളരെ ക്രമമായിട്ടാണ് നമുക്ക് പറഞ്ഞു കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ശിഷ്യസമ്പത്ത് വളർത്തിയെടുക്കുക? ആദ്യം ഇതിന് വേണ്ടത് എന്താ? ഈശ്വരനിൽ അല്ലെങ്കിൽ ഗുരു പരമ്പരയുടെ വാക്കുകളിൽ ശ്രദ്ധ ഉണ്ടാവുകയാണ് ആദ്യം. ശ്രദ്ധ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? അറ്റൻഷനോ അല്ലെങ്കിൽ ഒരു കാര്യത്തെ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ഒക്കെ പഠിക്കുക, അത് മാത്രമല്ല. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതിന് കുറെ ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാന ഘടകം എന്താ അറിയോ? വിശ്വാസമാണ്. വിശ്വാസമാണ് ശ്രദ്ധയിലെ ഏറ്റവും പ്രധാന ഘടകം. എന്ന് വെച്ചാലോ, ഗുരു പരമ്പര പറയുന്ന വാക്കുകള്, ഭഗവാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള വാക്കുകള്, കാണിച്ചു തരുന്ന ദിവ്യ അത്ഭുതങ്ങള്, ഇതിലൊക്കെ നമുക്ക് വിശ്വാസം ഉണ്ടാവലാണ് ശ്രദ്ധയുടെ ആദ്യത്തെ ഘടകം, പ്രധാന ഘടകം. അപ്പൊ അതിൽ നമുക്കൊരു ഉറപ്പുണ്ടാവണം. ചിലപ്പോ ഗുരുക്കന്മാര് പറയണത് അല്ലെങ്കിൽ അവർ കാണിച്ചു തരുന്നത്, അവർ പറഞ്ഞ ചില കാര്യങ്ങള് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ചില സമയത്ത് നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല, വിരുദ്ധാഭിപ്രായം ഉണ്ടായത് വരും ചില സമയത്ത് അത് തെറ്റാണെന്ന് നമുക്ക് തോന്നിപ്പോവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഗുരുവിന് അല്ലെങ്കിൽ ഈശ്വരന് നമ്മളോടുള്ള കാരുണ്യത്തിൽ, ഗുരുവിന് ഈശ്വരന് നമ്മളോടുള്ള സ്നേഹത്തിൽ, നമ്മളുടെ ശ്രേയസിനെ കുറിച്ച് അവർക്കുള്ള ആ ഒരു പരിഗണന ഉണ്ടല്ലോ, നമുക്ക് ശ്രേയസ് വരണം എന്ന അവരുടെ ആഗ്രഹത്തിൽ ഇതിന് സംശയം ഉണ്ടാവരുത്. അതാണ് വിശ്വാസം. ഭഗവാൻ കാണിച്ചു തന്നല്ല, അല്ലെങ്കിൽ ഭഗവാന്റെ ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഗുരു ആവശ്യപ്പെട്ടത്, ഗുരു പറഞ്ഞിട്ടുള്ളത്, ഗുരു ഉപദേശിച്ചിട്ടുള്ളത് മുഴുവനും ശരിയാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നില്ല. ചിലപ്പോൾ എനിക്കത് ബോധ്യത്തിൽ ഉണ്ടാവില്ല. ചില കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവത്തിൽ തെറ്റായിരിക്കും. ഗുരു പറഞ്ഞു ഒന്ന്,
പക്ഷെ എന്റെ അനുഭവത്തിൽ തെറ്റായിരിക്കും. ഗുരു പറഞ്ഞത് സർവ്വവും മായയാണ്, നമ്മുടെ വ്യവഹാരങ്ങളിലുള്ളതെല്ലാം മായയുടെ ലോകത്താണ്. പക്ഷെ എന്റെ ലോകത്ത് മായയായിട്ടല്ല തോന്നുന്നത്. എനിക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണമെന്നുണ്ടല്ലോ, എന്റെ ശരീരത്തിന്റെ വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ എന്നെ ബാധിക്കുന്നുണ്ടല്ലോ. ഗുരു പറഞ്ഞല്ല ശരീരത്തിൻ്റെത് വേറെയാണ്, ആത്മാവ് വേറെയാണ്, എനിക്ക് ബോധ്യമില്ലല്ലോ. പക്ഷെ ഗുരു പറഞ്ഞത് തെറ്റാൻ വഴിയില്ല. എനിക്ക് ബോധ്യമില്ലെങ്കിലും ഗുരു പറഞ്ഞത് തെറ്റാവാൻ ന്യായമില്ല. കാരണം അദ്ദേഹം എന്റെ ശ്രേയസിനെ ഉദ്ദേശിച്ചത്, വേറെ എന്നിൽ നിന്ന് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ലോ. ഗുരുപരമ്പര എന്നിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലോ. അവരെന്നോടുള്ള കാരുണ്യം കൊണ്ടാണ് പറയുന്നത്. അതിലെനിക്ക് സംശയമില്ലാത്തത് കൊണ്ട് ഗുരു പറഞ്ഞത് എനിക്ക് ഇപ്പോ അറിയില്ലെങ്കിലും അറിയാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചോളാം. ഈ വിശ്വാസം, ഇതാണ് വിശ്വാസം. ശ്രദ്ധയിലെ ആദ്യത്തെ ഘടകം. പിന്നെ രണ്ടാമത് ഇപ്പൊ പറഞ്ഞതാണ് ആ പരിശ്രമിക്കാനുള്ള മനസ്സ്. അത് ശ്രദ്ധയുടെ ഭാഗമാണ്. ഗുരു പറഞ്ഞത്, ഗുരു കാണിച്ചു തന്ന ലക്ഷ്യത്തിലേക്ക്, അഥവാ ഗുരു ചൂണ്ടിക്കാണിച്ചു തരുന്ന ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള പരിശ്രമവും ശ്രദ്ധയുടെ ഭാഗമാണ്. അപ്പൊ ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത് ഈ ശ്രദ്ധയാണ്. ശിഷ്യസമ്പത്തിയിലെ ആദ്യത്തെ ഘടകം ശ്രദ്ധയാണ്. ഇതുണ്ടായാൽ ക്രമേണ ബാക്കിയുള്ളത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരും. അത് എങ്ങനെയാ ക്രമേണ ഉയർന്നു വരിക? അതാണ് കപിലവാസ്തവം പിന്നെ കാണിച്ചത്. ശ്രദ്ധ ഉറച്ചു കഴിഞ്ഞാൽ ഗുരുക്കന്മാരില്, ഭഗവത് കഥകളില്, ഭഗവാന്റെ അനുഗ്രഹ വാത്സല്യങ്ങളില്, ഇതിലൊക്കെ നമുക്ക് ശ്രദ്ധയും ഉറപ്പും ഉണ്ടായി കഴിഞ്ഞാൽ, നല്ല ഉറപ്പുണ്ടായാൽ, നല്ല വിശ്വാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ക്രമേണ ഈ ശ്രദ്ധ രതി എന്ന അവസ്ഥയിലേക്ക് ഉയരും. ശ്രദ്ധ രതിർ ഭക്തി അനുക്രമിഷ്യതി. ആദ്യം ഉണ്ടാവുന്നത് ശ്രദ്ധയാണ്, അത് പറഞ്ഞു. അടുത്ത ഘട്ടമാണ് രതി എന്നുള്ള അവസ്ഥ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുക? ശ്രദ്ധയുടെ അവസ്ഥ എങ്ങനെയാ? ശ്രദ്ധ എന്ന് വെച്ചാൽ അവസരം കിട്ടുമ്പോൾ സാധിക്കുന്നിടത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അത് ശ്രദ്ധയിലെ ഘട്ടം. നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഓടി പിടിച്ചോടെ വരുന്നുണ്ട്, കുറച്ചു നേരം ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അത്യാവശ്യം തിരക്കുണ്ടാകുമ്പോൾ ഓടിപ്പോണ്ടെങ്കിലും ശരി പരമാവധി ഇവിടെ ഇരിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മാത്രമല്ല, ഇപ്പൊ ഗീതയജ്ഞം അടുത്ത എവിടെയെങ്കിലും നടക്കണമെങ്കിൽ അവിടെ പരമാവധി നമ്മൾ പോയിരിക്കാനും കേൾക്കാനും പഠിക്കാനും ശ്രമിക്കുന്നുണ്ട്. പട്ടണ പോലെയൊക്കെ നോട്ട് എഴുതുന്നുണ്ട്, എഴുതിയെടുക്കുന്നുണ്ട്. എഴുതിയെടുത്തത് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വായിച്ചു നോക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. ശ്രദ്ധയാണ്, ഇതൊക്കെ ശ്രദ്ധയാണ്. അത് കുറെ കാലം തുറന്നു പോകുമ്പോഴേ കുറച്ചങ്ങനെ പാകമായിട്ട് വരുന്ന സമയത്ത് ഇത് അടുത്ത ഘട്ടത്തിലേക്ക് വരും. അപ്പോഴാണ് രതി എന്ന അവസ്ഥ. ഈ രതി എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോ എന്താ, ഇപ്പൊ ഒഴിവ് കിട്ടുമ്പോൾ ഓടി വരികയാണ്. അപ്പൊ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഒഴിവുണ്ടാക്കി ഓടി വരും, അതിലൊരു വ്യത്യാസമുണ്ട്. ഒഴിവ് കിട്ടുമ്പോൾ ഓടി വരണത്, ഒഴിവ് ഉണ്ടാക്കിയിട്ട് ഓടി വരണതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ മറ്റ് പല കാര്യം പ്രയോറിറ്റി എന്ന് പറയും, പ്രയോറിറ്റൈസ് ചെയ്യാന്ന് പറയും. സ്വാമിജി ഉപയോഗിക്കാറുള്ള വാക്കതാണ് പ്രയോറിറ്റൈസ് ചെയ്യാൻ, പ്രാധാന്യം കൽപ്പിക്കാം. ഏതിനാ പ്രാധാന്യം? ഇപ്പോ മറ്റു തിരക്കുകൾക്ക് കുറെ പ്രാധാന്യമൊക്കെ ഉണ്ട്. ആ തിരക്കുകളുടെ ഇടയിലുള്ള ഇടവേള കണ്ടുപിടിച്ചിട്ടാണ് വരുന്നത്. അതിന് പകരം ഇത് പ്രാധാന്യം വരികയും ആധ്യാത്മിക യാത്ര, ആധ്യാത്മിക പഠനം, ഈശ്വരനെ കുറിച്ച് അറിയാനുള്ള പരിശ്രമം, ആത്മാ അന്വേഷണം പ്രാധാന്യം വരികയും മറ്റതിനൊക്കെ രണ്ടാം സ്ഥാനം ആവുകയും ചെയ്യും. അപ്പൊ പ്രയോറിറ്റി മാറി. അപ്പോൾ എന്താ ചെയ്യുക? അപ്പൊ ഇതാണ് പ്രാധാന്യം. ഇതിന്റെ തിരക്കിന്റെ ഇടയിൽ ഒഴിവ് കിട്ടുമ്പോൾ മറ്റതിനായി. ഇപ്പൊ തിരിച്ചാണല്ലോ, ബാക്കിയുള്ള ലോക വ്യവഹാരങ്ങളുടെ ഇടയിൽ ഒഴിവ് കിട്ടുമ്പോ ആധ്യാത്മികതയാണല്ലോ, അത് തിരിച്ചുപോയി. തിരിച്ചായിട്ടതായി ആധ്യാത്മിക അന്വേഷണം പ്രാധാന്യം അത് മുമ്പില്. അതിന്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ, ഒഴിവ് കിട്ടുമ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോയി വരും. അതിന്റെ ഇടയിൽ ഒഴിവ് കിട്ടുമ്പോൾ അതും വേണമല്ലോ, ഇരിക്കട്ടെ. അതുകൊണ്ട് കുറച്ച് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഇറക്കി നോക്കി. പക്ഷെ പ്രാധാന്യം എവിടേക്ക് മാറി? അപ്പുറത്തേക്ക് മാറി. അപ്പൊ ഉള്ളത് വേറെ രൂപത്തിലായി. അതാണ് രതി എന്നുള്ള അവസ്ഥ. ശ്രദ്ധയിൽ നിന്ന് രതിയിലേക്ക് വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്ന പ്രയോറിറ്റി തലതിരിച്ചായി. ശ്രദ്ധ അപ്പുറത്തേക്ക് മാറി. ശ്രദ്ധ രതി. കപിലവാസ്തവം പറഞ്ഞത് ആ രതി, ആ അനുഭവത്തിൽ കുറേ മുമ്പോട്ട് പോയി കുറച്ചങ്ങനെ കഴിയുമ്പോ അതിൽ പിന്നെയും ഭാഗം വരുമ്പോ ഉള്ള അവസ്ഥയില്ലേ, ആ അവസ്ഥയുടെ പേരാണ് ഭക്തി. ശ്രദ്ധാരതി ഭക്തി അനുക്രമിഷ്യതി. ക്രമത്തിൽ ഉയർന്നിട്ട് രതിയിൽ നിന്നും ഉയർന്നിട്ട് അപ്പുറത്തേക്ക് എത്തുന്നതാണ് എന്താ? ഭക്തി, ഭക്തൻ. അപ്പൊ ആ അവസ്ഥയിലെത്തിയ ആളെയാണ് എന്താ വിളിക്കേണ്ടത്? ഭക്തൻ. ഭക്തൻ നമ്മളെ വിളിക്കും, അനൗൺസ്മെന്റ് പ്രിയ ഭക്തജനങ്ങളെ, ഭക്തന്മാര് എന്നൊക്കെ നമ്മളെ വിളിക്കും. അല്ല, അതുകൊണ്ട് നമുക്ക് വിഷമിക്കേണ്ടതില്ല. ഇപ്പൊ എന്താ പറയാ, ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കോഴ്സിൽ ചേർന്നാല്, MBBS പഠിക്കാൻ വേണ്ടിയിട്ട് കോളേജിലൊക്കെ ചേർന്നാല് ആദ്യത്തെ ആഴ്ച ക്ലാസ്സിൽ പോണ ആളെയും എന്താ വിളിക്കുക? PG സ്റ്റുഡന്റ് ആണല്ലോ, ഗ്രാജുവേഷൻ സ്റ്റുഡന്റ് ആണല്ലോ അല്ലെ. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. അതുപോലെ നമ്മൾ ഭക്തിയിലേക്കുള്ള 1ാം ക്ലാസ്സിലേക്ക് കയറിയിട്ട് വിളിച്ചാലും നമ്മൾ ഭക്തനാണ്. ഗ്രാജുവേറ്റ്
ആണ്. ഗ്രാജുവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ടില്ല, കോഴ്സിൽ ചേർന്ന ആൾക്കാരാണല്ലോ, ഗ്രാജുവേഷൻ സ്റ്റുഡൻസ് ആണല്ലോ. അതുപോലെ നമ്മൾ ഭക്തിയുടെ സ്റ്റുഡൻസ് ആയിട്ട് നമ്മളെ ലിസ്റ്റ് കൂട്ടാം. അതുകൊണ്ട് ഭക്തന്മാരെ എന്ന് വെച്ചാൽ നമ്മൾ തള്ളിയേക്കാം, നമ്മൾ ഭക്തനാണെന്ന് സ്വയം പറയാം. പക്ഷെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, അതവിടെ കിടക്കുന്നുണ്ട്. അത് ഓർമ്മ ഉണ്ടാവണം. ശ്രദ്ധ, രതി, ഭക്തി, അനുക്രമിഷ്യതി, രണ്ട് മുകളിലേക്ക് പോകാണ്ട്. ഇവിടെ നമുക്ക് സ്കോപ്പുള്ളൂ കേട്ടോ. ഗുരുവിന്റെ ലക്ഷണം കുറെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗുരുവിന് അതൊക്കെ ഉണ്ടോ നോക്കാൻ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ പറ്റില്ല. അങ്ങനെയുള്ള ഗുരുവിനെ കിട്ടുമെന്ന് തരാൻ പോയിട്ട് കാര്യമില്ല. ഗുരുക്കന്മാരെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. നമുക്ക് സാധിക്കുന്നത് എന്താ? ശ്രദ്ധയും അതിന്ന് രതിയിലേക്കും പിന്നെ ഭക്തിയിലേക്കും ഉയരാൻ വേണ്ടത് എന്തൊക്കെയാണോ അത് പരിശ്രമിക്കലാണ്. അങ്ങനെ പരിശ്രമിച്ച് മുമ്പോട്ട് പോയാൽ അപ്പൊ ഗുരു സ്വാഭാവികമായിട്ട് ഗുരു നമ്മുടെ മുമ്പിൽ അവതരിക്കും. ആ അവതരിക്കുന്ന ഗുരു നമുക്ക് ഏറ്റവും യോജിച്ച അനുഗുണമായ യോഗത്തെ നമുക്ക് ഉപദേശിച്ചു തരും. ആ വഴിയിലൂടെ മുമ്പോട്ട് പോയാൽ നമുക്ക് ശ്രേയസിന്റെ മാർഗം ആവുകയും ചെയ്യും. ഇതാണ് ക്രമം. അപ്പൊ അടിസ്ഥാനമായിട്ടുള്ളത് 3 യോഗങ്ങളാണെന്ന് പറഞ്ഞു വെച്ചു. ഇനി വേറെയുണ്ട്. അപ്പൊ നമ്മൾ ഈ 3 യോഗങ്ങളെ കുറിച്ചല്ലല്ലോ വേറെ പലതും കേട്ടിട്ടില്ലേ? ധ്യാന യോഗമെന്നും ക്രിയായോഗം എന്നും വേറെ പലതും കേട്ടിട്ടുണ്ടല്ലോ. ഗുരുക്കന്മാര് നമുക്ക് ഉപദേശിച്ചു തരുമ്പോ, സാമ്പ്രദായികമായ ഗുരുക്കന്മാര് ഉപദേശിച്ചു തരുമ്പോ അവര് ഈ കൃത്യമായിട്ട് ഇപ്പൊ കർമ്മയോഗം ശുദ്ധമായിട്ടൊരു സാധനം, ഭക്തിയോഗം അത് വേറെ ഒന്ന്, അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ ഇല്ല ലോകത്തിന്. കാരണം എന്താ? സത്വഗുണം മാത്രമുള്ളയാളും രജോഗുണം മാത്രമുള്ളയാളും തമോ ഗുണം മാത്രമല്ല, അങ്ങനെ ഒരാളും ഇല്ല. ഇതൊക്കെ എല്ലാവരിലും ഈ 3 ഗുണങ്ങളും ഉണ്ട്. പല വ്യത്യസ്ത അളവുകളിലാണെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചെങ്കിലും തമോ ഗുണം നമ്മുടെ ഉള്ളിലുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് രാത്രിയെങ്കിലും ഉറങ്ങാൻ പറ്റില്ലല്ലോ. രാത്രി ഉറങ്ങാൻ പറ്റില്ലല്ലോ. എപ്പോഴെങ്കിലൊക്കെ വെറുതെ മണി പിടിച്ചിരിക്കാനോ വിശ്രമിക്കാനോ ഒക്കെ പറ്റില്ല. കാരണം കുറച്ച് തമോ ഗുണം ഇടയ്ക്ക് അത് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വന്നിട്ടാണ് പറയാ കുറച്ചേരം ഇരിക്കും ഫസ്റ്റ് എന്ന് പറയണത്. അത് തമോ ഗുണം വേണം. അല്ലെങ്കിലോ ഈ രജോ ഗുണം കുറച്ചൊന്നും ഇല്ലാന്നുണ്ടെങ്കിലോ, ഒട്ടും രജോ ഗുണം ഇല്ലാത്ത ആളാണെങ്കിലോ വരുമ്പോൾ അത് വെറുതെ ഇരിക്കൽ മാത്രമേ നടക്കുള്ളൂ. എന്തെങ്കിലുമൊക്കെ ജീവിതയാത്രയിലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ, ഇതൊന്നും ചെയ്യാൻ പറ്റണ്ടേ പോകും. അപ്പൊ രജോ ഗുണം എല്ലാവരിലും ഉണ്ട്. അളവ് കൂടിയും കുറഞ്ഞിട്ടൊക്കെ ആണെന്ന് മാത്രമേ ഉള്ളൂ. സത്വഗുണം അതെ, കുറഞ്ഞിട്ടാണെങ്കിൽ കൂടിയിട്ടാണെങ്കിൽ എല്ലാവരുടെ ഉള്ളിലുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അത് വ്യത്യസ്ത അളവുകളിലായതുകൊണ്ട് ആചാര്യന്മാര് അനേക തരത്തിലുള്ള മാർഗങ്ങൾ കാലാകാലങ്ങളിൽ കണ്ടുപിടിക്കുകയും അവരുപദേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷെ ഈ മാർഗങ്ങളിലൊക്കെ ഒരു കാര്യമേ ശ്രദ്ധിക്കണ്ടോ, ഏത് ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോഴാണോ, പ്രത്യേകിച്ച് ആധുനിക കാലത്ത്, ഇന്നത്തെ ഇപ്പൊ പണ്ടത്തെ കാലത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഗുഹയിലോ ഹിമാലയത്തിലോ മലയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥക്ഷേത്രത്തിലോ ഇരിക്കുന്ന ഗുരുവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോ ആധുനിക കാലത്ത് കുറവാണല്ലോ. ഇപ്പൊ നമുക്ക് ഗുരുക്കന്മാരുടെ ആശ്രമങ്ങൾ ഉണ്ടാക്കിയവരോ അല്ലെങ്കിൽ പരമ്പരയായിട്ട് വന്നിട്ടുള്ളവരോ അതൊക്കെയാണല്ലോ നമ്മള് പൊതുവെ സ്വീകരിക്കുന്ന ഗുരുപരമ്പര, ഗുരുക്കന്മാര്. അപ്പൊ ആ ഗുരുക്കന്മാരില് അതിലെ ഏത് സമ്പ്രദായമാണ് നമുക്ക് ഏറ്റവും യോജിച്ച് തോന്നുന്നത്, എവിടെ ചെല്ലുമ്പോഴാണോ നമുക്ക് സ്വസ്ഥത തോന്നുന്നത്, ശാന്തി തോന്നുന്നത്, അതാണ് ഗുരു. സ്വാമിജി ഗുരുവിനെ തിരിച്ചറിയാനുള്ള ഒരു ലക്ഷണം സ്വാമിജി പറയാം. എവിടെ ചെല്ലുമ്പോഴാണോ നമുക്ക് സ്വയമേവ ലാഘവത്വം തോന്നുന്നത്, അതാണ് ഗുരു. ഗുരു ലഘു അങ്ങനെയുള്ള പറയാം. ഗുരു ലഘുവും. എവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ സ്വയമേവ ലഘു ആവുന്നത്, സ്വയം എനിക്ക് ഞാൻ ലഘുവായതായിട്ട് തോന്നുന്നത്, അതാണ് എൻ്റെ ഗുരു. എവിടെ ചെല്ലുമ്പോഴാണോ നമ്മൾ ഫ്രീ ആവുന്നത്, സ്വസ്ഥമാവുന്നത്, എവിടെയാണോ നമുക്ക് പരിഭ്രമമൊന്നും ഇല്ലാത്തത്, ഏത് ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോഴാണോ നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് ഒരു ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്, അതാണ് എൻ്റെ ഗുരു. അതാണ് എളുപ്പം തിരഞ്ഞു കണ്ടുപിടിക്കുക. അപ്പൊ അവിടെയാണ് സ്വസ്ഥത ഉള്ളത്, ശാന്തി ഉള്ളത്, നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. അങ്ങനെ ഗുരുപരമ്പരയെ ആശ്രയിച്ചാൽ അവര് പലരും പല രീതിയിലുള്ള ഉപദേശങ്ങളാണ് തരും. തന്നെ എത്ര ഗുരുക്കന്മാരുണ്ട്. അമൃതാനന്ദമയി അമ്മയുണ്ട്, ശ്രീ രവിശങ്കർജിയുണ്ട്, ചിന്മയ മിഷനുണ്ട്, ശ്രീരാമകൃഷ്ണ ആശ്രമമുണ്ട്, പിന്നെ ഇപ്പൊ ഇവിടെ കോഴിക്കോടൊക്കെ ഇവിടെയൊക്കെ പ്രബലമായിട്ട് ആചാര്യ രാജേഷ് ജിയുണ്ട്, വൈദിക വിദ്യാസമ്പ്രദായമായിട്ട് വരുന്നുണ്ട്, കുളത്തൂര് ചിദാനന്ദ സ്വാമിജിയൊക്കെ വേറെ പ്രവർത്തനം. ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെ എത്ര ആൾക്കാരുണ്ട്, എത്ര വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. രാമാനന്ദ ആശ്രമമുണ്ട് കുറച്ച് അപ്പുറത്ത്, പല പല സംഘടനകളുണ്ട്, പല ആശ്രമങ്ങളുണ്ട്. ഇവരൊക്കെ നമുക്ക് പല ഉപദേശങ്ങളും പല തത്വങ്ങളും പല ആശയങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ ആകെ 3 യോഗ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ കൂടി പറയണത് എങ്ങനെയാ, ഇത്രയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ എങ്ങനെയാ വരിക? അതാ പറഞ്ഞു വെച്ചത്. ഭക്തിയോഗം മാത്രമായിട്ടോ കർമ്മയോഗം മാത്രമായിട്ടോ ജ്ഞാനയോഗം മാത്രമായിട്ടോ ഇല്ല. കുറച്ച് ഭക്തിയും കുറച്ച് കർമ്മവും ഇച്ചിരി ജ്ഞാനവും ഒക്കെ പാകം പോലെ എടുത്തിട്ട് നമ്മള് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറെ പൊടിയൊക്കെ ഇടല്ലേ, കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കലക്കണ പോലെ ആചാര്യന്മാര് അവരുടെ പാകത്തിന് കുറച്ച് ഭക്തിയും കുറച്ച് ജ്ഞാനവും കുറച്ച് കർമ്മവും ഒക്കെ ഇട്ട് ഓരോ പുതിയ യോഗങ്ങൾ അതാത് കാലങ്ങളിൽ ഉണ്ടാക്കും. അതാത് കാലങ്ങളിൽ ഉണ്ടാക്കി നമുക്ക് പകർന്നു തരും. അങ്ങനെ ആര് ഏത് യോഗം ഉണ്ടാക്കിയാലും ഒരു വിരോധമില്ല.
ഒരു വിരോധമില്ല. നമുക്ക് എവിടെ പോകുമ്പോഴാണോ സ്വസ്ഥത തോന്നുന്നത്, എവിടെയാണോ നമുക്ക് സമാധാനം തോന്നുന്നത്, ഏതാണോ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് അവിടെ പോയി ചേരാം. എന്ന് മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടത്തേക്കാൾ നല്ലത് ഇപ്പുറത്താണോ തോന്നിയാലോ അങ്ങനെ പോയിക്കണം. അതിനൊന്നും കുഴപ്പമില്ല, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഒറ്റ കാര്യം ശ്രദ്ധിക്കണം അതില്. അതെന്താ, ഏത് ഗുരുവിന്റെ ഏത് സമ്പ്രദായത്തിൽ പോയാലും ഒരു വിരോധമില്ല. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടുള്ളൂ, ആ ഗുരു ഒരിക്കലും പറയരുത് ഇത് ഞാൻ പുതുതായി കണ്ടുപിടിച്ച് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ യോഗാണ് എന്ന് ഏതെങ്കിലും ഗുരു പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചാൽ മതി, ഞങ്ങൾക്ക് വേണ്ട എന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടണം. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് ഞാൻ കണ്ടുപിടിച്ചതാണ്, ഇത് എന്റെ സ്വന്തമാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ, അത് ഏത് ഗുരു പറഞ്ഞാൽ എന്ത് ചെയ്തേക്കണം, ഓടി രക്ഷപ്പെടണം. അത് കള്ളത്തരാണ്. ഏത് സാമ്പ്രദായികമായ എല്ലാ ഗുരുക്കന്മാരും പറയണത് എന്താ പറയാ, ഏവം പരമ്പര പ്രോക്തം. ഇത് പരമ്പരയെ എനിക്ക് എന്റെ ഗുരുപരമ്പര, ഭഗവാൻ ഈശ്വരൻ ഗുരുപരമ്പര എനിക്ക് കാണിച്ചു തന്നതാണ്. ഞാനത് എനിക്ക് ആവും പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. അത് ശരിയാ. അപ്പൊ എത്ര പുതിയ, ഇനി നിങ്ങൾ ആരെങ്കിലും പുതിയ യോഗ ഉണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് മാത്രം പറയരുത്, ഇത് ഞാൻ ഇതിന്റെ സൃഷ്ടാവ് ഞാനാണ്, നിങ്ങളെന്നെ സൃഷ്ടിച്ച് നിങ്ങളെന്നെ എടുത്തിട്ട് നിങ്ങളെന്നെ എടുത്താൽ മതി, ഞങ്ങൾക്ക് വേണ്ട. ഇത് സനാതന ധർമ്മം എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ബുദ്ധൻ ഞാൻ കണ്ടുപിടിച്ചതെന്നാണ്. ഇത് പുതിയ ആശയമായിട്ടാണ് അവതരിപ്പിച്ചത്. വൈദിക പാരമ്പര്യത്തിൽ വൈദികമായിട്ട് വേദത്തിൽ ഉപയോഗിച്ച വാക്കുകൾ തന്നെ ഉപയോഗിച്ചിട്ട് അവതരിപ്പിച്ച ആശയങ്ങളെ ബുദ്ധൻ സ്വന്തമായിട്ട് അത് വേദത്തിൽ നിന്നാണ്, പരമ്പരയിൽ നിന്നാണെന്ന് പറഞ്ഞില്ല. ബുദ്ധനെ നമ്മൾ അംഗീകരിച്ചേക്കാം, പക്ഷെ ബുദ്ധന്റെ ആശയം വേണ്ട. എന്താ വേണ്ടത്? അതിനെ പരിഹരിച്ചു, നിന്ദിച്ചു. എന്തുകൊണ്ടാണ് വേണ്ടത്? പരമ്പരയെ അംഗീകരിച്ചില്ല, ഗുരുപരമ്പരയെ അംഗീകരിച്ചില്ല. നമുക്ക് പറ്റില്ല. ശ്രീകൃഷ്ണൻ പറഞ്ഞ ഭഗവത്ഗീത സ്വീകരിച്ചത് എന്താ? പരമ്പര പ്രോക്തം ആണെന്ന് ഉറപ്പിച്ചു. ഇമം വ്യവസ്ഥയെ പ്രോക്തം എന്ന് ആദ്യമേ പറഞ്ഞത് പരമ്പരയായിട്ട് കൊണ്ടുവന്നതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. നമ്മൾ സ്വീകരിച്ചു, ഞാൻ സ്വീകരിക്കാം. ഇപ്പൊ ചിന്മയാനന്ദ സ്വാമിജി പറഞ്ഞു, എല്ലാവരും പൊതുവായിട്ട് അംഗീകരിച്ചു. എന്തുകൊണ്ടാണ് അംഗീകരിച്ചത്? ഇത് ഞാൻ കണ്ടുപിടിച്ചതാണെന്ന് സ്വാമിജി പറയാത്തോണ്ടാണ്. പറഞ്ഞിട്ടില്ല, ഇത് എനിക്ക് എന്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നതാണ്. ഗുരുനാഥനോ അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, അദ്ദേഹത്തിന്റെ ഗുരുവാണ്. അത് അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ടുള്ളതാണ്. അംഗീകരിച്ചു, നമ്മൾ അംഗീകരിച്ചു. ശ്രീ രവിശങ്കർജിയെ പൊതുവെ എല്ലാവരും അംഗീകരിച്ചു, സമൂഹം അംഗീകരിച്ചു. എന്തുകൊണ്ടാണ്? അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല ഈ പുതിയ മെഡിറ്റേഷൻ ടെക്നിക്ക് ഞാൻ കണ്ടുപിടിച്ചതാണ്. എവിടെയെങ്കിലും അദ്ദേഹം ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മൾ അംഗീകരിച്ചു, ഒരു കുഴപ്പമില്ല. അതിപ്പോ ആധുനിക പല സമ്പ്രദായങ്ങൾ അദ്ദേഹം കൊണ്ടുവന്ന് വേറെ എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്തതായിട്ടില്ല. ആശയം മോളെന്ന് വന്നത് ചില പരിഷ്കരണങ്ങൾ ഞാൻ വരുത്തിയതാണ്, ഒരു വിരോധമില്ല, സ്വീകരിക്കാം. അമൃതാനന്ദമായി ശ്രീ രവിശങ്കർജി മുമ്പോട്ട് വെച്ച ആശയങ്ങളുടെ അടിസ്ഥാനം അത് ധ്യാനയോഗമാണ്. അടിസ്ഥാനമായിട്ട് ധ്യാനയോഗമാണ്. അമൃതാനന്ദമയി അമ്മ കർമ്മയോഗമാണ്, ലോകസേവനമാണ്, കർമ്മയോഗമാണ് അമ്മ മുമ്പോട്ട് വെച്ച് കാണിച്ചു തന്നത്. നമ്മളൊക്കെ അംഗീകരിച്ചു, സമ്പൂർണ്ണമായിട്ട് സ്വീകരിച്ചു. എന്തുകൊണ്ടാ? ഇത് ഞാൻ കണ്ടുപിടിച്ചതാണെന്ന് അമ്മ പറയാത്തുണ്ട്. ഇത് പരമ്പരയുടേതാണ്, സ്വീകരിച്ചു, നമ്മൾ സ്വീകരിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ഭക്തിയോഗത്തെയും സമ്പൂർണമായ സമർപ്പണത്തെയൊക്കെ കാണിച്ചു തന്നു. നമ്മൾ സ്വീകരിച്ചു. ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞില്ല, ഇത് എന്റേതാണെന്ന് പറഞ്ഞില്ല, ഇത് ലോകത്തിൻ്റെതാണ്, ഗുരുപരമ്പരയുടേതാണ്, അംഗീകരിക്കാം. അങ്ങനെ അല്ലാത്ത ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ കപിലവാസുദേവൻ ഇതിപ്പോ ഒരു ആമുഖമാണ് ഇത്രയും പറഞ്ഞു വെച്ചത്. ക്രമത്തിൽ പറഞ്ഞു തുടങ്ങിയത് എന്താ? ഒന്നുകൂടി എന്നോട് പറഞ്ഞു വെച്ചത് ഒന്ന് ക്രമത്തെ കൊണ്ടുവരാം നമുക്ക്. ആദ്യം പറഞ്ഞു മനസ്സാണ് പ്രശ്നക്കാരൻ, അഥവാ മനസ്സിന്റെ ചാഞ്ചാട്ടമാണ്, ഇന്ദ്രിയങ്ങളല്ല, വസ്തുക്കളുമല്ല സുഖത്തെ നിശ്ചയിക്കുന്നത്, മനസ്സാണ്. മനസ്സിന്റെ ചാഞ്ചാട്ടമാണ് സുഖവും ദുഃഖവും ഉണ്ടാകുന്നതിന് കാരണം. ഈ ചാഞ്ചാട്ടത്തെ നിർത്താണ് വേണ്ടത്, സുഖത്തിൽ കൊണ്ടുപോയി മനസ്സിനെ നിർത്തിവെക്കുകയാണ് വേണ്ടത്. അതിനുള്ള ഉപാധിയുടെ പേരാണ് യോഗം. അടിസ്ഥാനമായിട്ട് 3 യോഗങ്ങളാണ്, കർമ്മം, ജ്ഞാനം, ഭക്തി. അടിസ്ഥാനം 3 ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ഈ 3 യോഗങ്ങളാണ് അടിസ്ഥാനം. അത് നിശ്ചയിച്ചു തരേണ്ടത് ഗുരുവാണ്. പക്ഷെ ഗുരുവിന്റെ യോഗ്യതകളെ നമുക്ക് അളക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് നമ്മൾ ശിഷ്യസമ്പത്താണ് വളർത്തിയെടുക്കേണ്ടത്. അടിസ്ഥാനമായിട്ട് വളർത്തിയെടുക്കേണ്ട ശിഷ്യസമ്പത്ത് ശ്രദ്ധയാണ്. അതിൽ ഉയർന്നു വരുമ്പോൾ ശ്രദ്ധയിൽ നിന്ന് രതിയിലേക്ക്, രതിയിൽ നിന്ന് ഭക്തിയിലേക്ക് ക്രമേണ നമ്മൾ ഉയരും. അങ്ങനെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ സത്സംഗം, അതാണ് അടിസ്ഥാനമായിട്ട് പറഞ്ഞു വെച്ചത്. സത്സംഗം കൊണ്ട് ക്രമേണ ഉയർന്നു വന്ന് നമ്മൾ ശ്രദ്ധയിലും രതിയിലും ഭക്തിയിലേക്ക് എത്തിച്ചേരും. അവിടെ എത്തിയിട്ട് നമുക്ക് ഏറ്റവും ഉത്തമമായ യോഗത്തെ ഗുരുനാഥൻ നിർദ്ദേശിച്ചു തരുന്നത് സ്വീകരിച്ച് നമുക്കപ്പോൾ മുമ്പോട്ട് പോവാം. അതിന് അനേകം സമ്പ്രദായങ്ങളെ ഗുരുപരമ്പര കാണിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും യുക്തമായിട്ട് നമുക്ക് തോന്നുന്നത് സ്വീകരിക്കാം. നമുക്ക് ഗുരുവിന്റെ അടുത്ത് പോയി ഗുരുവിനെ സ്വീകരിക്കാം. ബാക്കി ഗുരുവാണ് നിശ്ചയിക്കുക. ഏത് വഴി എങ്ങനെയായിട്ടോ നമുക്ക് നല്ലതെന്ന് ഗുരു നിശ്ചയിച്ച് നമ്മളെ നയിക്കും,
സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. ഇത്രയും ആമുഖം. എന്നിട്ട് ഇനിയിപ്പോ ആചാര്യന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് കപില വാസുദേവനും ഇതിനു ശേഷം ജ്ഞാനയോഗത്തെ കുറിച്ച് പറയും, ഭക്തി യോഗത്തെ കുറിച്ച് പറയും, കർമ്മയോഗത്തെ കുറിച്ച് പറയും. പുറമെ രണ്ടെണ്ണം കൂടി പറഞ്ഞിട്ടുണ്ട്, ക്രിയായോഗവും ധ്യാനയോഗവും. 5 യോഗങ്ങളെ കുറിച്ചിട്ട് കപില വാസുദേവൻ കാവ്യത്തിൽ പിന്നെ പറഞ്ഞു കൊടുത്തു. അപ്പൊ പിന്നീടുള്ള ഭാഗങ്ങൾ അതാണ്. ജ്ഞാനയോഗം എങ്ങനെയാ ജ്ഞാനയോഗം എന്നുള്ളതാണ് പിന്നീട് ആദ്യം പറഞ്ഞു കൊടുത്തത്. 24 തത്വങ്ങളെ കുറിച്ചിട്ടും ഈ 24 തത്വങ്ങളെ എങ്ങനെയാണ് ഞാൻ തന്നെ കാണേണ്ടതുള്ളൂ. 24 തത്വങ്ങളെ എങ്ങനെയാണ് ഉണ്ടായതെന്നും 5 ഇന്ദ്രിയങ്ങള്, ഇത് ജ്ഞാനയോഗം സത്വഗുണത്തിന് പ്രധാനമായ ആളോടാ പറഞ്ഞത്. അപ്പൊ അവർക്ക് ചിന്തിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബുദ്ധി സൂക്ഷ്മമായിട്ടിരിക്കണ്ടല്ലോ, അവർക്കൊരു ഭാഗത്ത് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ എടുത്തു നോക്കൂ. ആ പ്രപഞ്ചത്തില് 24 തത്വങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ആ 24 തത്വങ്ങള് 5 പഞ്ചഭൂതങ്ങളുണ്ട്. പഞ്ചഭൂതങ്ങൾക്ക് 5 തന്മാത്രകളുണ്ട്. അഗ്നിക്ക് രൂപം, ആകാശത്തിന് ശബ്ദം, വായുവിന് സ്പർശം, ഭൂമിക്ക് ഗന്ധം, ജലത്തിന് രസം. ഇങ്ങനെ 5 ഭൂതങ്ങളും അതിന് 5 രസങ്ങളുണ്ട്. അതിന് അറിയാൻ വേണ്ടി 5 ജ്ഞാന ഇന്ദ്രിയങ്ങളുണ്ട്. അഗ്നിയുടെ രൂപത്തിന് കാണാൻ കണ്ണ് എന്ന ചക്ഷുസ് എന്ന ഇന്ദ്രിയം, ഭൂമിയുടെ ഗന്ധത്തെ ആസ്വദിക്കാൻ ഘ്രാണം എന്ന ഇന്ദ്രിയം. 5 എന്താ പറയാ 5 പഞ്ചഭൂതങ്ങളുണ്ട്, അതിന്റെ 5 വിഷയങ്ങളുണ്ട്, അതിനെ അറിയാൻ ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഓരോന്നിനെയും അറിയാനുള്ള 5 ഇന്ദ്രിയങ്ങളുണ്ട്. ആ 5 ഇന്ദ്രിയങ്ങൾക്ക് പുറമെ ഈ ഇന്ദ്രിയങ്ങളിലൂടെ കണ്ടതിന്റെ അടുത്തേക്ക് പോകണം, കേട്ടതിനെ എനിക്ക് പിടിക്കണം, എടുക്കണം, രസമുള്ളതിനെ എനിക്ക് എടുത്ത് വായിലേക്ക് ഇടണം, എനിക്ക് അതിനെ ആസ്വദിക്കണം. അങ്ങനെ എടുക്കുക, കൊടുക്കുക, അടുത്തേക്ക് പോകുക, വേണ്ടാത്തതിന് തട്ടി മാറ്റുക, അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടി 5 കർമ്മ ഇന്ദ്രിയങ്ങളുണ്ട്. 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, ആ ജ്ഞാനേന്ദ്രിയങ്ങളുടെ 5 വിഷയങ്ങൾ, ആ 5 വിഷയങ്ങളുടെ അടിസ്ഥാനമായ 5 ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ. 20 എണ്ണായി. 5 5 5 20 എണ്ണായി. പിന്നെയോ ഇതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഇതിന്റെയൊക്കെ പുറകിലിരിക്കുന്ന മനസ്സ്, ബുദ്ധി, ചിത്തം 3. അപ്പൊ 23ആയി. ഇതിനെയൊക്കെ ഒന്നിച്ച് അനുപ്രവേശിച്ചുകൊണ്ട് ഈശ്വരൻ, ഇങ്ങനെ പരമപുരുഷൻ, പ്രകൃതി പരമപുരുഷൻ. ഈ പരമപുരുഷനും പ്രകൃതി 24 തത്വങ്ങൾ പുറത്ത് പുറത്ത് പരമപുരുഷൻ അതിന് മുകളില്. ഈ പുരുഷന്റെ പ്രവേശനം കൊണ്ട് പ്രകൃതിക്ക് ചലനം ഉണ്ടാവുള്ളൂ. പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ പുറകിൽ ഇത് സ്വതന്ത്രമായിട്ട് അതിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതിൽ ഈ പുരുഷൻ അനുപ്രവേശിച്ചത് കൊണ്ടാണ് ഇതൊക്കെ ചലിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? പിന്നെ ഇത് അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടായി, ജലത്തിൽ നിന്ന് ഭൂമിയുടെ, ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, ഏതിൽ നിന്നുണ്ടായി, എവിടുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സത്വഗുണ പ്രധാനികളായ ആൾക്കാർക്ക് ഇരുന്ന് ചിന്തിക്കാം. സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് കണ്ണടച്ചിട്ട് രാവിലെ 1 മണിക്കൂർ ഇരുന്നിട്ട് എങ്ങനെയാണ് ഓരോന്നുണ്ടായത്? അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടായി. നമ്മുടെ കണ്ണിൽ ഇത് തിരിച്ചേ ഉണ്ടാവുള്ളൂ. ജലം ഉണ്ടെങ്കിൽ അഗ്നി കെട്ടുപോകും. എന്നിട്ട് അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടായി. ഇത് എങ്ങനെ ഉണ്ടായിണ്ടാവുക? അതിന്റെ ചലനത്തെ കുറിച്ചിട്ട്, അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ആലോചിച്ചോളൂ, ധ്യാനിച്ചോളൂ, സങ്കല്പിച്ചോളൂ. ജ്ഞാനയോഗം അത് ധ്യാനിക്കാനും ചിന്തിക്കാനും സങ്കല്പിക്കാനും കഴിവുള്ള സത്വഗുണ പ്രധാനികൾക്ക് അത് ചെയ്യാം. അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. കുറച്ചേരൊക്കെ ഇരുന്ന് 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴേക്ക് അവിടെ നിന്ന് നീറ്റ് പോവാറോ, ഒരു സുഖമില്ല, അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇരിക്കണ്ട, എണീറ്റോളൂ. അങ്ങനെ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർ അവിടെ എണീറ്റോളൂ. എന്നിട്ടോ ജോലി ചെയ്യാം. നമുക്ക് ലോകത്തെ ഇഷ്ടംപോലെ വേറെ കാര്യങ്ങൾ ചെയ്യാണ്ടല്ലോ. അപ്പൊ നമുക്ക് കർമ്മയോഗം ചെയ്യാം, ലോക സേവനം ചെയ്യാം. ഇറങ്ങിയാണ് പുറപ്പെടുക. എന്നിട്ടോ നാട്ടിലെ എത്ര വേദനിക്കുന്ന ആൾക്കാരുണ്ട്, എത്ര ആൾക്കാരെ കഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് ലോക സേവനം ചെയ്യാം. പക്ഷെ ലോക സേവനം ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചേക്കണം, ലോകം നന്നാക്കാനല്ല ലോക സേവനം ചെയ്യുന്നത്. ലോകത്തെ സേവിക്കാൻ പോണത് എന്തിനല്ല, ലോകം നന്നാക്കാനല്ല, പകരം എന്നെ നന്നാക്കാനാണ്. അത് സ്വാർത്ഥമായ അർത്ഥത്തിലല്ലേ. ഇതിന് തലതിരിച്ചവരോടെ ലോക സേവനത്തിന്റെ പേരിൽ അഴിമതി നടത്തിയിട്ട് കാശ് പിടുക്കുന്നതിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്. ആ അർത്ഥത്തിലല്ല. ലോക സേവനം വാസ്തവത്തിൽ ചെയ്യാനുള്ളത് എന്താ? അതിലൂടെ ശുദ്ധീകരിക്കപ്പെടാനുള്ളത് ആർക്കാ? അത് എനിക്കാണ്. എന്റെ ചിത്തവൃത്തികളെ, എന്റെ കർമ്മ വിക്ഷേപങ്ങളെ, അതിനെ ശുദ്ധീകരിക്കാനുള്ള ഉപായമാണ് ലോകസേവനം. ലോകത്ത് വിവേകാനന്ദ സ്വാമിയുടെ രസമുള്ള ഒരു ഉദാഹരണം, നായയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അതങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഒരാള് നായയുടെ വാലില് ഒരു പൈപ്പൊക്കെ തിരികെ വെക്കുന്നുണ്ട്. പക്ഷെ ഇത് കേട്ടിട്ടില്ലേ? നായയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും നിവർന്നു പോയില്ല ഉണ്ട്. പിന്നെ എന്തിനാ പൈപ്പ് അതിലിട്ടത്? അല്ല, അത് ഞാൻ പൈപ്പ് വളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നായയുടെ വാലില് പൈപ്പ് ഇട്ടത് എന്തിനാ? വാല് നിവർത്തലല്ല ലക്ഷ്യം, പൈപ്പ് വളയ്ക്കലാണ് ലക്ഷ്യം.
നമുക്കും അത് ബോധ്യമാണ്. ലോകസേവനത്തിന്റെ ലക്ഷ്യം വാല് നേരെയാക്കാനല്ല, നമ്മളെ വളയ്ക്കലാണ്. ഇത് നമുക്ക് നല്ല ബോധ്യം വേണം. നമ്മളെ ഭാഗപ്പെടുത്തലാണ്. ലോകത്തിന് ഒന്നാമത് കുഴപ്പമൊന്നുമില്ല. ലോകം ആസിറ്റീസ് ഇത് ഇങ്ങനെയാണുള്ളത്, അത് അങ്ങനെ തന്നെയാണ്. അതിലിപ്പോ നമുക്ക് മാറ്റം വരുത്താനൊന്നുമില്ല. ഈശ്വരന്റെ സൃഷ്ടിയാണ്. ഈശ്വരൻ എന്താണോ ഏറ്റവും യുക്തമായത് അത് ഇവിടെ ഉണ്ടാക്കി വെച്ചല്ലേ. ഇപ്പൊ അത് മുഴുവൻ നേരെയാക്കി കളയാൻ നമ്മൾ ഈശ്വരനെ കല്യാണം ആണോ? അതുകൊണ്ട് നമുക്ക് നേരെയാക്കാനൊന്നുമില്ല. ഇതിപ്പോ അവിടെ അങ്ങനെ ഇരിക്കട്ടെ, എനിക്ക് എന്നെ നേരെയാക്കണ്ട. എനിക്ക് എവിടേക്കോ ചില ചത്തലും എന്താ പറയാ ഈ കല്ലൊക്കെ ചെത്തി രാഗി വൃത്തിയാക്കണില്ലേ, അതിന് തിളക്കം കൂട്ടണില്ലേ, അതുപോലെ ചില ഭാഗമൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്. അതാണ് പണി. അതിനാണ് ലോകസേവനം. ഇത് നല്ല ബോധ്യമാണ്. ലോകം നേരെയൊക്കെ കളയാന്ന് ചിന്തിക്കേണ്ട. അപ്പൊ കർമ്മയോഗം അത്രേ ഉദ്ദേശമുള്ളൂ. ഈശ്വരൻ ഏൽപ്പിച്ച ദൗത്യമാണ്. ആ ഈശ്വരൻ ഏൽപ്പിച്ച ദൗത്യത്തെ ഞാൻ നിർവഹിക്കുകയാണ് എന്ന നിഷ്കാമ ചിന്തയോടുകൂടി ലോകസേവനം ചെയ്യാം. അപ്പൊ കർമ്മയോഗം. ഇനിയോ ചില ആൾക്കാർക്ക് അതിൽ പറ്റില്ല, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും കുറച്ച് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും നല്ല അഭിപ്രായം ചെയ്തത് നന്നായി എന്ന് പറയുമ്പോഴേക്കും എക്സൈറ്റ്മെന്റ് വരും. ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഇടയ്ക്ക് ലോകത്ത് ഇറങ്ങിയ പ്രവർത്തിക്കുമ്പോൾ രണ്ടും കിട്ടും. ആൾക്കാരെ സ്തുതിക്കുകയും ചെയ്യും, നിന്ദിക്കുകയും ചെയ്ത് രണ്ടും നടക്കും, ഉറപ്പാണ്. അതൊന്നും മാറ്റുക. ആരെങ്കിലും ഒക്കെ നന്നായി എന്ന് പറയുമ്പോൾ എക്സൈറ്റ്മെന്റ് കൊണ്ട് ചാടിത്തുള്ളുകയും, ആരെങ്കിലും ഒക്കെ കുറച്ച് ചീത്ത പറയുമ്പോഴേക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ മോശം അഭിപ്രായം ആകെ അങ്ങോട്ട് നിരാശരായി തീരുകയും, അങ്ങനെ വൈകാരികമായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ വികാരഭരിതരായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ കർമ്മയോഗം കുറച്ചവിടെ നിർത്തി. അടുത്ത പരിപാടി എന്താ? ഭക്തിയോഗം. ഈശ്വരനെ ആരാധിക്കും. ഭഗവാന്റെ വിഗ്രഹങ്ങളെ കൊണ്ടുവന്നിട്ട് വിസ്തരിച്ചിട്ട് അവിടെ പൂജ ചെയ്യും. അപ്പൊ അതിൽ ആ വികാര ആവേശങ്ങളെ മുഴുവൻ നിങ്ങൾക്ക് സന്തോഷവും സങ്കടവും കോപവും അസൂയയും ഈർഷ്യയും ഇങ്ങനെ വൈകാരികമായ പലതും വരുമല്ലോ. ഇതൊക്കെ ഈശ്വരനിലേക്ക് അവിടെ തിരിച്ചു വിട്ടു. ഒക്കെ ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് വിട്ടോളും. ഭഗവാന്റെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ദിവ്യ ലീലകൾ കേൾക്കുകയോ കാണുകയോ എവിടെന്നെങ്കിലുമൊക്കെ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ അതുകൊണ്ട് സന്തോഷം ചാടി തുള്ളി നമുക്ക്. എവിടെയെങ്കിലുമൊക്കെ ഭഗവാനെ ഇവിടെ പിരിഞ്ഞിരിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഭഗവാൻ നമ്മൾ ആഗ്രഹിച്ച പോലെ അപ്പോഴേക്കും ഭഗവാനോട് ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, ഭഗവാനെ വികാരം മുഴുവൻ അവിടേക്കാകുമ്പോൾ ഒഴുക്കി വിടുന്നത് ഒക്കെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു. അങ്ങനെ വൈകാരികമായിട്ട് ഈശ്വരനെ സമീപിച്ചോളൂ. ഭക്തിയോഗമായി. ഇനിയിപ്പോ ഇത് തന്നെ കുറച്ച് ഭക്തിയും കുറച്ച് ഇത് കപിലവാസവതി മൂന്നെണ്ണം അടിസ്ഥാനമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇത് തന്നെ കുറച്ച് മാറ്റം വരുത്തി കുറച്ച് ഭക്തിയും കുറച്ച് കർമ്മവും കുറച്ച് ജ്ഞാനവും ചേർത്തിട്ട് ഒരു ധ്യാന യോഗം പറഞ്ഞു. അഷ്ടാംഗ യോഗ ധ്യാന മാർഗം. വെറുതെ ധ്യാനിക്കാൻ വയ്യ. ധ്യാനിക്കണമെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ കുറച്ച് ചെയ്തോളൂ. ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് കയ്യും കാലമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ വെക്കുക, അത് അങ്ങനെ വെക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ശാരീരികമായ ചലനങ്ങളൊക്കെ കുറച്ചൊക്കെ വരുത്തി കുറച്ച് പ്രാണായാമം ഒക്കെ ചെയ്ത് ഒന്ന് സ്വസ്ഥ എന്തൊക്കെയോ ചെയ്തു. ഇനി കുറച്ചു നേരം അടങ്ങിയിരിക്കും. കുറച്ചെന്താ ചെയ്തു എന്നുള്ളൊരു സമാധാനം ഉണ്ടായല്ലോ. ഇനി കുറച്ചു നേരം അടങ്ങിയിരിക്കും, ഇത്തിരി നേരം ധ്യാനിക്കും. കർമ്മവും ജ്ഞാനവും ഭക്തിയുമായി കർമ്മമായി. എന്നിട്ടോ ഭഗവാന്റെ ഒരു രൂപത്തെ ധ്യാനിക്കുക, ഭഗവാന്റെ ഒരു സ്വരൂപം, അത് ഭക്തിയാണ്. ഭഗവാന്റെ അനുഗ്രഹങ്ങളെ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ ഒക്കെ ധ്യാനിച്ച് മനസ്സിനെ കണ്ടിട്ട് എന്നിട്ട് ജ്ഞാനത്തിലേക്ക് കടത്തുക. എങ്ങനെയാ? ആ ഭഗവാന്റെ ഒരു ഭാഗമാണല്ലോ ഞാനും. അങ്ങനെ കൊണ്ടുപോകും. അത് ധ്യാനയോഗത്തിലൂടെ കർമ്മവും ജ്ഞാനവും ഭക്തിയും ഭാഗത്തിന് ചേർത്തതാണ്. ഇനി അങ്ങനെ പറ്റില്ല, അങ്ങനെ വെറുതെ ഇരുന്ന് ധ്യാനിക്കാനൊന്നും വയ്യ, അങ്ങനെ കണ്ണടച്ച് ധ്യാനിക്കാൻ തുടങ്ങിയാൽ കുറച്ച് കഴിഞ്ഞാൽ വേറെ പലതും കേൾക്കുക. ഭഗവാന്റെ രൂപമൊന്നും ധ്യാനത്തിന് വരണില്ല, വേണ്ട. കുറച്ച് ക്രിയായോഗം ചെയ്യാം. ഒരു വിഗ്രഹമൊക്കെ കൊണ്ടുവന്ന് വെച്ച് പൂജാമുറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥ സ്ഥലങ്ങളിലോ ഒക്കെ പോയിട്ട് അവിടെ നമുക്ക് ഈശ്വരനെ പൂജ ചെയ്യാം. ഭഗവാന്റെ വിഗ്രഹം, ആ വിഗ്രഹത്തിന് വിശേഷപ്പെട്ട നിവേദ്യങ്ങൾ ഉണ്ടാക്കിയാൽ പൂജ ചെയ്യുക, ആ വിഗ്രഹത്തിലെ അലങ്കാരങ്ങൾ ചെയ്യുക, ആ വിഗ്രഹത്തിന് പ്രത്യേകമായ രീതിയിലുള്ള ഉത്സവങ്ങൾ സംഘടിപ്പിക്കുക, അവിടെ തന്നെ പൂജകൾ ചെയ്യുക. അങ്ങനെയൊക്കെ ക്രിയായോഗം ചെയ്തോ. അപ്പൊ എന്താ, ഓടി നടക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വിഗ്രഹത്തിന് നിവേദ്യം ഉണ്ടാക്കാൻ ഓടി പോകണം, അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഇന്ന നിവേദ്യം ഇന്ന രീതിയിൽ ഇത്ര ഗ്രാം അരി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആൾക്ക്. അങ്ങനെ സ്പെഷ്യലായിട്ട് പോവാം. അതിന് പ്രത്യേക രീതിയിൽ മാല കെട്ടി പ്രത്യേക രീതിയിൽ പൂജ ചെയ്ത് തിങ്കളാഴ്ച എന്നെ പോലത്തെ പൂജ ചെയ്ത് ചൊവ്വാഴ്ച എന്നെ പോലെ കാര്യങ്ങൾ ചെയ്ത് അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് പോവാം. ക്രിയായോഗം ചെയ്ത് അപ്പൊ കുറെ പ്രവൃത്തി ചെയ്യാനുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താ, കുറച്ച് ഭക്തിയും അതിൽ കുറച്ച് ജ്ഞാനവും ഒക്കെ അതിലും വേണമല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഭക്തിയും കർമ്മവും അതിലായി ഓൾറെഡി, ജ്ഞാനവും വേണം. ഈ പൂജയൊക്കെ ചെയ്ത് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുറച്ച് സമയം ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ആ ഈശ്വരനെ ധ്യാനിക്കുമ്പോ കൂട്ടത്തിലൊന്നും കൂടി ആലോചിക്കണം, ഞാൻ ആ ഈശ്വരന്റെ ദാസനാണ്, ഞാൻ ആ ഈശ്വരന്റെ പൂജ ചെയ്യുന്ന പൂജകനാണ്, ഞാൻ ആ ഈശ്വരന്റെ തന്നെ ഭാഗമാണ്. കണ്ണടച്ചിരുന്ന എപ്പോഴോ. കാരണം നമ്മൾ ചെല്ലണം മന്ത്രം പൂജയ്ക്ക് ചെല്ലണം മിക്കവാറും മന്ത്രങ്ങളുടെ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞ് അവസാനം അവിടെ കൊണ്ടെത്തി. പൂജയൊക്കെ വിസ്തരിച്ച് ചെയ്തിട്ട് ഏതോ ഒരു സമയത്ത് കൊണ്ടിട്ട് അത് അവിടെ എവിടെ എത്തിക്കും, നമ്മൾ കൊണ്ടുപോയിട്ട്. അപ്പൊ കർമ്മം
ജ്ഞാനം ഭക്തി അടിസ്ഥാനമായിട്ടുള്ളത് കുറച്ച് കർമ്മത്തിൽ ജ്ഞാനവും ഭക്തിയൊക്കെ ചേർത്തിട്ട് ധ്യാനയോഗം, ക്രിയായോഗം, ഇനി വേറെ അഷ്ടാംഗ യോഗം, ഈ വേറെ എന്തെങ്കിലുമൊക്കെ യോഗം ഇഷ്ടംപോലെ ഉണ്ടാക്കാം. പുതിയതുണ്ടാക്കാം കണ്ടുപിടിക്കാം. ഇങ്ങനെ കപിലവാസയാണ് ഈ 5 യോഗങ്ങളെയാണ് അടിസ്ഥാനമായിട്ട് ഉപദേശിച്ചു കൊടുത്തത്. കർമ്മം, ജ്ഞാനം, ഭക്തി, ക്രിയ, ധ്യാനം. അടിസ്ഥാനമായിട്ട് 5 യോഗങ്ങളെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ഇത് ഓരോന്നും പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇതിന് ഓരോന്നിന്റെയും മഹത്വം, അതിൽ ഓരോന്നും ഏതൊക്കെ രീതിയിലാണ് അനുഷ്ഠിക്കുന്നത്, അതിലൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മള് സമയത്തിന്റെ പരിമിതിയിൽ അങ്ങോട്ട് പോകില്ല. ആമുഖം ആണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കിയത്, അതിന് ശേഷമുള്ള ഭാഗമല്ല നോക്കിയത്. അത് മാത്രമല്ല, ആദ്യ ഭാഗം മനസ്സിലായാൽ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമാണ്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ 5 ഭാഗങ്ങളെ ഉപദേശിച്ചു കൊടുത്തിട്ട് അമ്മയ്ക്ക് കപിലവാസദേവൻ സാധാരണ ഭഗവാൻ എല്ലായ്പ്പോഴും എല്ലാവരും എല്ലാ ഭക്തന്മാരോടും പറഞ്ഞ പോലെ ഏറ്റവും യോജിച്ചത് എന്താ വെച്ചാൽ സ്വയം ഭഗവാൻ പറഞ്ഞിരുന്നില്ലല്ലോ, ഇന്നത് ചെയ്തോളൂ എന്ന് ഭഗവാനോട് നിർദ്ദേശിക്കുന്നില്ലല്ലോ. ഇഷ്ടം പോലെ ആവാന്നുള്ള നിലയ്ക്ക് ഭഗവാൻ ഉപദേശത്തെ ഉപസംഹരിച്ചു. അമ്മ ദേവഹൂതി ധ്യാന യോഗത്തെയാണ് സ്വീകരിച്ചത്. എന്നിട്ട് ഭഗവാനെ ധ്യാനിച്ചു. ഈ ദേവഹൂതിക്ക് അതിൽ വലിയൊരു ഭാഗ്യമുണ്ട്. ദേവഹൂതിക്ക് വലിയൊരു ഭാഗ്യമുണ്ട്. നമുക്കിപ്പോ ഭഗവാനെ ധ്യാനിക്കാം. നമ്മൾ രാവിലെ എല്ലാ ദിവസവും ധ്യാനം ഉണ്ടല്ലോ, കുറച്ചു സമയം ധ്യാനിക്കണ്ടല്ലോ. ഭഗവാന്റെ സുന്ദരമായ മുഖം മനസ്സിൽ കാണാം. സുന്ദരമായ മുഖം ഏത് മുഖം മനസ്സിൽ കാണാം? ഏത് രൂപത്തിലാ കാണുക? ഒന്നുകിൽ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രത്തില് ഭംഗിയായിട്ട് അല്ലെങ്കിൽ ചന്ദനം ചാർത്തിയിട്ടോ വെണ്ണ ചാർത്തിയിട്ടോ തിരുവാഭരണങ്ങളൊക്കെ ചാർത്തിയിട്ടൊക്കെ ഉള്ള ഏതെങ്കിലും സുന്ദരമായ ഒരു വിഗ്രഹത്തിന്റെ രൂപം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രസ്സിലടിച്ച് പ്രിന്റ് അടിച്ചത് കലണ്ടറിലോ ഫോട്ടോയിലോ ഒക്കെ തൂക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു രൂപം, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ഓർമ്മയിൽ വരിക. ഒരു രൂപം ധ്യാനിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരിക. ഇങ്ങനെയൊക്കെയാണ് രൂപം വരിക, ഇങ്ങനെയുള്ള മുഖമാണ് നമ്മുടെ ഓർമ്മയിൽ വരിക. അങ്ങനെയല്ലേ വരിക? എല്ലാവർക്കും വരിക. അപ്പൊ ദേവഭൂതിക്കുള്ള ഭാഗ്യം എന്താ അറിയാം? ഇങ്ങനെ ഏതോ ഒരു രൂപം ധ്യാനിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ ആരായിട്ട് ഇവിടെ ഇരിക്കേണ്ടത്? സ്വന്തം മകൻ ഭഗവാനായിട്ട് ഇരിക്കുക. സുത പ്രസന്നവദനം സമസ്ത വ്യസ്ത ചിന്തയ. സ്വന്തം മകന്റെ രൂപം തന്നെ ധ്യാനിച്ച് ആ രൂപം തന്നെ, അപ്പൊ ധ്യാനം എളുപ്പത്തിൽ വന്നിട്ടുണ്ടാവും, രൂപധ്യാനം എളുപ്പത്തിൽ വന്നിട്ടുണ്ടാവും. സ്വരൂപമായിട്ട് സഗുണമായിട്ട് ഭഗവാനെ ധ്യാനിച്ച് ക്രമേണ ആ ദേവഹൂതി തന്റെ ശരീരത്തെ ആ ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിപ്പിച്ചു. എന്നിട്ട് ആ ദേവഹൂതിയുടെ ആ ശരീരം ഒരു നദിയായിട്ട് ഒഴുകി എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ ഉപസംഹരിക്കുന്നത്. ദേവഹൂതിയുടെ ശരീരം തന്നെ ഒരു നദിയായിട്ട് ഒഴുകിയത്ര. സിദ്ധഗണ സേവിതമായിട്ട് സിദ്ധന്മാരായ ആളുകൾ നിരവധി വന്ന് സേവിക്കുന്ന ഒരു നദിയായിട്ട് ആ ദേവഹൂതിയുടെ ശരീരം ഒഴുകി എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ ഉപസംഹരിച്ചത്. നാമനാ സിദ്ധപദം എത്ര സാ സംസിദ്ധി ഉപേയുഷി. സിദ്ധപദം എന്ന പേരിൽ ആ സ്ഥലം ഇപ്പോഴും ഉണ്ടെന്നാണ്. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയുടെ സമാധി സ്ഥലം സിദ്ധബാരി എന്നാണ് സ്ഥലപ്പേര്. സിദ്ധബാരി, അതാണ് ഈ സിദ്ധപദം എന്നാണ് ഒരു പ്രബലമായിട്ടുള്ള സങ്കല്പമുള്ളത്. ഗുരുദേവൻ ചിന്മയാനന്ദ സ്വാമിജി തന്നെ ആ സിദ്ധബാരിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സിദ്ധപദം, ഇതാണ് ദേവഭൂതിയുടെ സ്ഥലം, ഇതാണ് കപിലവാസുദേവന്റെ സ്ഥലം എന്ന് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് സിദ്ധബാരി എന്ന് പറയാറുണ്ട്. അപ്പൊ അവിടെ എപ്പോഴും ആ ഗുരുദേവന്റെ സമാധി സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്ത് കൂടി ഒരു ചെറിയ സ്ട്രീം, നദി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, പോയവരുണ്ട് അവിടെ, പോയി കാണാനില്ല. അങ്ങനെ നദി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഒരു കുഞ്ഞു ഒരു സ്ട്രീം ഒഴുകി പോകുന്നുണ്ട്. അത് ദേവഹൂതിയാണെന്ന് സങ്കല്പമുണ്ട്. അതിന്റെ അടുത്ത കപില ഗുഹയൊക്കെ ഉണ്ട്, തൊട്ടടുത്ത കപില ഗുഹ, കപില ആശ്രമമൊക്കെ ഉണ്ട്. വിശേഷപ്പെട്ട സ്ഥലമായിട്ടുണ്ട്. പോകുമ്പോഴും അതിന്റെ ആ മഹത്വമുണ്ട്. മാത്രമല്ല ഗുരുദേവ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഹാൾ, കമല ഹാൾ എന്നായിരുന്നു അതിന്റെ പേര്. അതിന് 9 തൂണുണ്ടായിരുന്നു. സാധാരണ തൂണുകൾ ഉണ്ടാക്കുമ്പോൾ ഒറ്റ സംഖ്യയിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ, ഇരട്ട സംഖ്യയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുക. 9 തൂണുകളാണ് ഉണ്ടായിരുന്നത്. ഈ 9 തൂണുകളെ കപിലവാസുദേവന്റെ 9 സഹോദരിമാരാണെന്ന് തമാശയായിട്ടാണ്, അല്ലാതെ ഫലിതമായിട്ട് പലതും പറയും. ആ കൂട്ടത്തില് തമാശയായിട്ട് പറഞ്ഞു. പക്ഷെ എന്നാലും ഗുരുവിന്റെ വാക്കല്ലേ, അപ്പൊ അതിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ. എന്താ തമാശ പറഞ്ഞാലും അതിനൊരു വാല്യൂ ഉണ്ടാവില്ല, ഒരു വിലയുണ്ടല്ലോ. അപ്പൊ അങ്ങനെയും സങ്കല്പിച്ചിട്ടത്രേ. അതിപ്പോ റിനോവേറ്റ് ചെയ്തു ആ സ്ഥലം, അത് വേറെ രൂപത്തിലായിട്ട്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായി എന്ന് പറയാം. ദേവഹൂതിയുടെ 9 പെൺകുട്ടികളുടെ സങ്കല്പമാണെന്നും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കപില മഹാമുനിയുടെ ഉപദേശങ്ങളെ സ്വീകരിച്ച് ദേവഹൂതി അമ്മ ഭഗവാനിൽ തന്നെ ലയിച്ചു. ഭഗവാൻ അച്ഛനെ ആദ്യം ഉപദേശിച്ച് കാട്ടിലേക്ക് പോയി അച്ഛൻ ഭഗവാനിലേക്ക് ചേർന്നു. അമ്മ ദേവഹൂതിയും ഇതുപോലെ ഭഗവാനിലേക്ക് വന്ന് ചേർന്നു. അങ്ങനെ ആ കഥ ഉപസംഹരിച്ചു. ഇനി അതിനുശേഷം കപിലവാസുദേവൻ അവിടെ ഇരുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് യാത്രയായി. സിദ്ധഗണങ്ങളോടൊപ്പം ഭാരതത്തിൽ മുഴുവൻ യാത്ര ചെയ്തു. എവിടെയൊക്കെ പോയി എന്നുള്ളതിന് കണക്കില്ല. ഭാരതത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ, ഭാരതത്തിൽ ഉടനീളം പോയാൽ ഏറ്റവും കൂടുതലുള്ള ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പേരുള്ള ഒന്ന് കപില ഗുഹ, കപിലാശ്രമം.
എത്ര സ്ഥലത്തുണ്ട് കണക്കില്ല. ഭാരതത്തിൽ ഒരുപാട് സ്ഥലത്ത്, ഒരു 6-7 ഞാൻ കണ്ടുപോയിട്ടുണ്ട്. അത്ര എത്ര സ്ഥലത്തുണ്ടെന്ന് അറിയില്ല. ദക്ഷിണേന്ത്യയിലുണ്ട് 1-2 തിരുപ്പതിയിൽ പോകുമ്പോ തിരുപ്പതി മല മുകളിലേക്ക് കയറാൻ തുടങ്ങണം. തിരുമല കയറാൻ പോകുമ്പോ അതിന് താഴ്വരയിൽ തന്നെ ഉള്ളത് കപില തീർത്ഥമാണ്. ഒരു ചെറിയ വെള്ളച്ചാട്ടവും ആശ്രമവും ഒക്കെ ഉണ്ട്. കപില തീർത്ഥം എന്നാണ് അതിന്റെ പേര്. അങ്ങനെ എത്ര സ്ഥലത്തുണ്ട് കണക്കില്ല. അപ്പൊ കപില മഹാമുനി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? നമുക്ക് അതൊന്ന് ഊഹിക്കേണ്ട കാര്യം എന്താ? ഭാരതം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടാവണം. എല്ലായിടത്തും യാത്ര ചെയ്ത് എല്ലായിടത്തും ചെന്ന് ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. ഒടുവില് ഗംഗാനദിയുടെ മറുകരയില് അദ്ദേഹം ധ്യാനലീനനായിട്ട് ഇന്നും കപില മഹാമുനി ഉണ്ട് എന്നാണ് സങ്കല്പം. അദ്ദേഹം ഇന്നും അവിടെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് സിദ്ധഗണങ്ങളുടെ ഈശ്വരനായിട്ട് ഭഗവാൻ കപില മഹാമുനി ഇന്നും ഉണ്ട്. ആ ഭഗവാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഏറ്റവും ഉത്തമമായ മാർഗം, നമുക്ക് ആധ്യാത്മിക യാത്രയിൽ നമുക്ക് ഏറ്റവും ഉത്തമമായ മാർഗം ഏതാണോ അത് തെരഞ്ഞെടുത്ത് പോകാൻ ഭഗവാൻ കപിലവാസുദേവൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ വിഷയം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാം. നമുക്ക് കുറച്ച് ഭാഗങ്ങൾ വായിക്കേണ്ടത് ദക്ഷയാഗം കഥയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവചരിതം വായിച്ചതിന് ശേഷം കുറച്ച് അധ്യായങ്ങൾ വായിച്ചിട്ട് ബാക്കി ഭാഗം അനുസ്മരിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.